മഹാനരായ തൈവ ഉസ്താദ് പഠിപ്പിക്കുകയാണ്, നോമ്പുകാരാ, നോമ്പെടുത്തിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് പോലെ ഇബാദത്താണ്. ആ ഉറക്കിന് പോലെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം ചേർത്തി തരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നോമ്പെടുത്തിട്ട് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കിന് മൂലം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പെടുത്തിട്ട് ഒരാളെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിന് പോലെ തസ്ബീഹിന്റെ കൂലിയുണ്ടെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു നോമ്പായി നമ്മുടെ നോമ്പ് അല്ലാഹു മാറ്റി തരട്ടെ. പരിപൂർണമായ പ്രതിഫലം കിട്ടുന്ന നോമ്പായി അല്ലാഹു നമ്മുടെ നോമ്പിനെ ആക്കി തരട്ടെ. നോമ്പുകാരെ, വിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഒരു ദിവസം എങ്ങനെയാവണമെന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റമദാൻ നിലാവിന്റെ മനോഹരമായ രണ്ടാമത്തെ ദിവസം ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദര സഹോദരിമാര് റമദാൻ നിലാവിലൂടെ റമദാൻ നിലാവിന്റെ പ്രഭാഷണം വീക്ഷിക്കുമ്പോ, ചരിത്രങ്ങളും ഹദീസുകളും പാഠങ്ങളും എഴുതി വെക്കുമ്പോ, അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. വിശുദ്ധമായ റമദാൻ, വിശുദ്ധമായ പുണ്യമായ റമദാൻ. ആ റമദാനിന്റെ ഒരു ദിവസം എങ്ങനെയാവണം നല്ലതുപോലെ പഠിച്ചു വെക്കണോ. ആ റമദാനിന്റെ ഒരു ദിവസം എങ്ങനെയാവണോ, വിശുദ്ധമായ റമദാനിന്റെ ഒരു ദിവസം എങ്ങനെയാവണം, റമദാനിന്റെ രാത്രി എങ്ങനെയാ, റമദാനിന്റെ പകല് എങ്ങനെയാ, റമദാനിലെ ഉറക്കം എങ്ങനെയാ, റമദാനിലെ ഉണർവ് എങ്ങനെയാ, എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും പറയാതെ അല്ലാഹുവിന്റെ ഹബീബ് ഇവിടുന്ന് പോയിട്ടില്ല. ഒന്നും കാണിച്ചു തരാതെ മുത്ത് നബി ഇവിടുന്ന് പോയിട്ടില്ല. എന്റെ റമദാൻ നിലാവുകൾക്കുള്ള വലിയ ഉമ്മമാരോട്, വലിയുപ്പമാരോട്, ഉമ്മമാരോട്, ബാപ്പമാരോട്, സഹോദര സഹോദരിമാരോട്, വിദ്യാർത്ഥിനികളോട്, കുഞ്ഞു പൂമ്പാറ്റ മക്കളോട് ഉസ്താദ് ഇന്നത്തെ പ്രഭാഷണം പറയുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം കേട്ടോ. ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം കേട്ടോ. അത് കേട്ടിരിക്കണമെന്ന് മാത്രമല്ല, ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാനുള്ള കാര്യമാ. ഞാൻ ഓരോ ഹദീസ് പറയുമ്പോ, ഓരോ ആയത്ത് ഓതുമ്പോ, ഓരോ പ്രധാനപ്പെട്ട അറിവുകൾ പറയുമ്പോ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമല്ല. ഉസ്താദ് ഈ പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ റമദാൻ ഇങ്ങനെയാണോ? എന്റെ റമദാനിലെ രാത്രി ഇങ്ങനെയാണോ? എന്റെ റമദാനിലെ പകല് ഇങ്ങനെയാണോ? എന്റെ റമദാനിലെ ഉറക്കം ഇങ്ങനെയാണോ? അല്ലാ, എന്റെ റമദാനിലെ ഭക്ഷണ രീതി ഇങ്ങനെയാണോ? അല്ലാ, എന്റെ റമദാനിന്റെ പകൽ സമയം ഇങ്ങനെയാണോ? അല്ലാ, എന്റെ റമദാനിൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഇങ്ങനെയാണോ? റബ്ബേ, റമദാനിൽ അല്ലാഹു പെങ്ങളെ നിങ്ങൾക്ക് എത്ര പ്രതിഫലമാ വാരിക്കോരി തരുന്നത്. പൊന്നുമോളെ, പൊന്നുമ്മമാരെ, ആനിയത്തുള്ള നന്നാക്കിയിട്ട് എന്റെ റമദാനിലെ അടുക്കള ജോലി ഇങ്ങനെയാണോ? റബ്ബേ, എന്റെ കുടുംബം പോറ്റാൻ ടാക്സി ഓടിച്ച് ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് റമദാനാണെങ്കിൽ പോലും കച്ചവട സ്ഥാപനം തുറന്നിട്ടിട്ട് പകലന്തിയോളം രാത്രി സമയം വരെ, നോമ്പ് തുറക്കുന്ന സമയം വരെ കടയിലിരിക്കുന്ന ചെറുപ്പക്കാരാ, റമദാനിന്റെ ഓട്ടം കൂടുതലാണോ കുറവാണോ എന്ന് നോക്കാതെ ഞാൻ എന്റെ വീട്ടിലിരുന്നാൽ എന്റെ കുടുംബം പട്ടിണിയാകും, എന്റെ മക്കൾക്ക് നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി അങ്ങാടിയിലേക്ക് ഓട്ടോറിക്ഷയുമായി ഓടാൻ പോകുന്ന ചെറുപ്പക്കാരാ, ഏത് ജോലിയാണെങ്കിലും ആ ജോലിയിലെ, ഏത് ജോലിയാണെങ്കിലും ആ ജോലിയിലെ പ്രയാസമുണ്ടാകുമല്ലോ. പക്ഷേ അതെല്ലാം ഈ വിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ
രൂപത്തിലാവണമെന്ന ചിന്ത നമുക്കെല്ലാവർക്കും വരണോ. മണിക്കൂറുകളോളം ഞാൻ പ്രഭാഷണം നടത്തുമ്പോ അല്ലാ, ഇന്നലെ എന്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, സഖാഫി മണിക്കൂറുകളോളം നീ എങ്ങനെയാ വെള്ളം കുടിക്കാതെ വഅള് പറയുന്നത്? നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ മണിക്കൂറുകളോളം സ്റ്റേജിൽ വഅള് പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അഭിയന്തരായ മഹാന്മാരായ നമ്മുടെ സാദാത്യങ്ങൾ ഉസ്താദുമാർ അവരെല്ലാം മണിക്കൂറുകളോളം ദീന് പറഞ്ഞു കൊടുത്തതല്ലേ. നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോ ഒന്നുമില്ലാത്ത നമ്മൾ, നിങ്ങൾ അത്രയും പോലെ ഇബാദത്ത് എനിക്ക് കുറവാ, നിങ്ങൾ അത്രത്തോളം ഇബാദത്ത് എനിക്കില്ല. പക്ഷേ അല്ലാഹു തന്ന ശബ്ദം കൊണ്ട്, അല്ലാഹു തന്ന സൗണ്ട് കൊണ്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കണം കേട്ടോ, നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. അല്ലാഹു തന്ന സൗണ്ട് കൊണ്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കട്ടോ. നല്ല കുട്ടികളായിട്ട് നോമ്പ് തുറന്നിട്ട് മുട്ടായി വാങ്ങി തരാം. നല്ല കുട്ടികളായിട്ട്, നല്ല കുട്ടികളായിട്ട്. അല്ലാഹു തന്ന സൗണ്ട് കൊണ്ട്, അല്ലാഹു തന്ന ശബ്ദം കൊണ്ട്, അല്ലാഹു തന്ന ശബ്ദം കൊണ്ട് പടച്ചവനെ അല്ലാഹുവേ, മണിക്കൂറുകളോളം അറിവിന്നിലാവ് കേൾക്കുന്ന അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് വഅള് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു റബ്ബേ. ദിക്റ് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു റബ്ബേ. അത് എഴുതി വെപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അറിവിന്നിലാവില്ല മജ്‌ലിസിലെ പ്രത്യേകത അങ്ങനെയാണ്. അവർ എഴുതി വെക്കുകയാ. എത്ര മക്കളാണ്, എത്ര പെൺമക്കളാണ്, എത്ര ആൺമക്കളാണ്, എത്ര ബാപ്പമാരാണ്, എത്ര ഉമ്മമാരാണ്, എത്ര ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ് അറിവിന്നിലാവിന്റെ വഅള് കേട്ടിട്ട് അല്ലാ ഇത് ഇൽമു പഠിക്കുകയാണല്ലോ റബ്ബേ. ഞാനൊരു ഇൽമിന്റെ മജ്‌ലിസിലാണല്ലോ റബ്ബേ. 10,000 ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഇൽമിന്റെ അറിവിന്റെ നിലാവായ മജ്‌ലിസിലാണല്ലോ ഞാനുള്ളതെന്ന് മനസ്സിലാക്കി എഴുതി വെക്കുന്നവരുണ്ട്. സ്വർഗം കൊടുക്കണമല്ലാ, അവർക്ക് വലിയ പ്രതിഫലം നൽകണമല്ലാ. ഒരു മുതഅല്ലിമിന് എന്തെല്ലാം പ്രതിഫലം നൽകുന്നുണ്ടോ. റഹ്മത്തിന്റെ മാലാകമാര് അവരുടെ മുന്നിൽ ചിറക് വിരിച്ചു കൊടുക്കുമെന്ന മഹാനായ ഹബീബായ തങ്ങളെ പഠിപ്പിച്ചെങ്കിലേ ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കണേ, എഴുതി വെക്കണേ, പഠിക്കണേ, കേൾക്കണേ. ഹൃദയം കൊണ്ട് കേൾക്കണം. കാതുകൊണ്ട് മാത്രം കേട്ടാൽ പോരാ, കാതുകൊണ്ട് മാത്രം കേട്ടാൽ പോരാ. ആ കാതിനേക്കാൾ ഹൃദയം കൊണ്ട് കേൾക്കണം. നമ്മള് ഹൃദയം കൊണ്ട് കേൾക്കണം. അപ്പോഴാണത് കേൾവിയാവാ. ഇല്ലെങ്കിൽ എന്തരോ എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞേ? അങ്ങനെയാവും, അങ്ങനെയാവരുത്. അപ്പൊ കാതുകൊണ്ട് ഇങ്ങനെ കേൾക്കും വേണം, അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറക്കുകയും വേണം. റെഡിയല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ് നമ്മളൊരു വിഷയം ഒരാൾ പറയുമ്പോൾ അതിങ്ങനെ കാതുകൊണ്ട് ഹൃദയം കൊണ്ട് കേൾക്കണം. കാതുകൊണ്ട് കേട്ടിട്ട് ഹൃദയത്തിലേക്ക് ഇറക്കണം. അപ്പോഴേ മനസ്സിലാകുള്ളൂ. ഇന്നിപ്പോ എന്തേ പറഞ്ഞേ? ഇന്നിപ്പോ എന്താ? ഇന്നിപ്പോ കുറെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പിന്നെ അല്ലാഹുമ്മ അർഹംനി അതും പറഞ്ഞു. പിന്നെ എന്താ മലക്കുകൾ വരുന്നു അതും പറഞ്ഞു. പിന്നെ കുറെ എഴുതിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ആവരുത്. ഏതാണെന്നുള്ള കൃത്യമായിട്ട് ബോധങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നൊന്നും എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ മജ്‌ലിസ് കേൾക്കുന്ന ഒരു കാക്കന്റെ കടയാണ്. ആ കടയിൽ നിന്ന് ഒരു 7, 8, 9, 11 ആളുകളുണ്ട്. TV തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ റമദാൻ നിലാവിനെ കേൾക്കുകയാണ്. അപ്പൊ ഇടയിൽ കൊലയുമ്പോ കാലം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അൽഹംദുലില്ലാ ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല. കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. കണ്ടപ്പോ ഭയങ്കര സന്തോഷം. എന്റെ റമദാൻ നിലാവാണ് നമ്മുടെ ഫുള്ള് പറഞ്ഞാണ്. എനിക്ക് വീഡിയോ എടുത്ത് അയച്ചുതരാണ്. അപ്പൊ കടയാണ്, പലചരക്ക് കടയാണ്. പലചരക്ക് കടയിൽ നിന്ന് അടയിൽ നിന്ന് ഇങ്ങനെ സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട് കാക്ക. അപ്പൊ TV തുറന്ന് വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഒരു 10-11 ആളുകളുണ്ടാവും. നാലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഭയങ്കര സന്തോഷമായി കൽബിൽ. അൽഹംദുലില്ലാ. ഒരാൾ ദിക്റില്ലേ പോരെ, ഒരാൾ ദിക്റില്ലേ പോരെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒരിപ്പൊന്നും കേൾക്കുന്നുണ്ടാവും ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഭയങ്കര സന്തോഷമായി. കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അൽഹംദുലില്ലാ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കേൾക്കുന്നവർക്കൊക്കെ അല്ലാഹു നമുക്കൊക്കെ അല്ലാഹു ഖൈർ തരട്ടെ. എന്തൊരു സന്തോഷം അത് കണ്ടപ്പോൾ. ഞാൻ ഇന്നലെ വായലും കഴിഞ്ഞ് ഇങ്ങനെ നല്ല അസ്ർ വരെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചേരം ക്ഷീണുണ്ടേന്, ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത് കണ്ടത്, ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ പഠിച്ചോനെ ഭയങ്കര ഊർജ്ജമായി. പിന്നെ ക്ഷീണൊക്കെ പോയി ഇത് കണ്ടപ്പോ. അൽഹംദുലില്ലാ. ഇങ്ങനെ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ.
പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ മനസ്സിന്റെ ഉള്ളിൽ നിന്നാട്ടോ പറയണത്, മനസ്സിന്റെ അടിത്തട്ടെന്ന് പറയണം, അല്ല നിങ്ങളെ കുഞ്ഞാപ്പോക്കാൻ പറയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. ഒരു ചരിത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മഹാനായ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നല്ല പഠിച്ചോളി, നല്ല പഠിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയത്തിലേക്ക് നമ്മൾ എത്തണല്ലോ കേട്ടോ. ചരിത്ര പ്രഭാഷണം ഉണ്ട്. ഇന്ന് റമളാൻ നിലാവ് 2 അല്ലേ? ഇന്ന് റമളാൻ നിലാവ് 2 ആണല്ലോ. ഇൻഷാ അല്ലാഹ് ഒന്നിരിക്കാൻ നാളെ തുടങ്ങും, അല്ലെങ്കിൽ മറ്റന്നാൾ തുടങ്ങും. ഒരു മഹദിയുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ മുമ്പ് റമളാനിൽ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടു പോവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അത് എന്നെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നോക്കി ഞങ്ങളെ, മഹാനായ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി. ശ്രദ്ധിച്ചോളി, ചരിത്രം എഴുതി വെക്കുക, അത് നല്ലോണം മനസ്സിലാക്കുക. എഴുതി വെക്കുമ്പോൾ ഉസ്താദിന്റെ ചരിത്രം നല്ലോണം കേൾക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എഴുതിച്ചാലും മതി, അല്ലെങ്കിൽ പറയുമ്പോൾ എഴുതി വെച്ചാലും മതി. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യൊന്നുമില്ല, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് നാളെ ഖബർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്, സ്ഥാനപ്പേരാണ് മുത്തബിഉസ് സുന്ന. പരിശുദ്ധ മക്കയിൽ ചെന്നാൽ അൽഹംദുലില്ലാഹ് മഹാനവറുകളെ ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് തെറ്റ് പോലെ കാവൽ അല്ലാഹു നമുക്ക് തെറ്റ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണേ, ഒരു ദിവസം വഴിയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. വഴിയിലൂടെ അങ്ങനെ നടന്നു പോയപ്പോ കൂടെ സ്വഹാബത്തുണ്ട്. വഴിയിലൂടെ അങ്ങനെ നടന്നു പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തല താത്തി പോയി. നടന്നു, ശരിക്കും ഇങ്ങനെ നടന്നു പോകാൻ, നിവർന്ന് നടന്നു പോകുന്നതിന്റെ അടിയിൽ പെട്ടെന്നുണ്ടല്ലോ ഒരു കല്ലാണ്ട് കേറിട്ടുമ്പോ നമ്മള് ഇങ്ങനെ തല താത്തി പോണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തല താത്തി പോകുന്നത് കണ്ടപ്പോ കൂടെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ തങ്ങളെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ തല താഴ്ത്തിയത്, എന്തിനാ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തല താഴ്ത്തിയത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇതിലൂടെ നടന്നു പോയൊരു സമയം, ആ നടന്നു പോയ സമയത്ത് ഇവിടെ അന്നത്തെ കാലത്ത് ഒരു മരമുണ്ടായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് ഒരു ചില്ലി, ഒരു കമ്പ് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നിരുന്നു, താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നിരുന്നു. മഹാനവറുകൾ പറയാ, ആ മരച്ചില്ലി തലയിൽ തട്ടാതിരിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഇങ്ങനെ താഴ്ത്തി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തല ഇങ്ങനെ താഴ്ത്തി നടന്നത്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ. അപ്പൊ കൂടെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, അത് അന്നത്തെ കാലത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുള്ള സംഭവമല്ലേ അത്? അല്ലേ? അത് മുത്തുനബി അന്ന് മരത്തിന്റെ ചില്ല തലയിൽ തട്ടാതിരിക്കാൻ വേണ്ടി തല ഇങ്ങനെ താഴ്ത്തി പോയതാണ്. പക്ഷെ ഇന്ന് മുത്തുനബി വഫാത്തായിട്ട് കാലം കുറേയായി. മാത്രല്ല ഈ മരം ഇവിടെ ഇല്ല. അന്നത്തെ കാലത്ത് ഈ മരം ഇവിടെ ഉണ്ട്, ഇന്ന് ഈ മരം ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് നിങ്ങൾ തല താഴ്ത്തി പോണത്? നമുക്ക് മനസ്സിലാവണ്ട ഉസ്താദ് പറയണ, മനസ്സിലാവണ്ട. പിന്നെ എന്തിനാ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ തല താഴ്ത്തിയത്? മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തല താഴ്ത്തിയിരുന്ന സ്വഹാബ, എന്റെ മുത്തായ തങ്ങളെ അവിടെ എത്തിയപ്പോ ഒരു മരം വന്നുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചില്ല തട്ടാതിരിക്കാൻ തല താഴ്ത്തിയിരുന്ന സ്വഹാബ. ഇന്ന് മുത്തുനബി ജീവിച്ചിരിക്കുന്നില്ല, ഇന്ന് ആ മരമില്ല എന്നത് ശരിയാ. പക്ഷേ ഞാൻ എൻ്റെ മുത്തുനബി എന്താണോ ജീവിതത്തിൽ ചെയ്തത്, അത് അതേ പ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യും സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ കാണിച്ച പ്രവർത്തനങ്ങളെ അതേ പ്രകാരം തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന സ്വഹാബിയാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരായ സ്വഹാബത്ത് ആരംഭ റസൂലുള്ളാഹി എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് ജീവിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനെ നബി തങ്ങളെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്ന കാര്യങ്ങള് അത് ജീവിതത്തിൽ
ജീവിതത്തിൽ അതേ പ്രകാരം പിൻപറ്റുന്നവരാണ്. അവരാണ് മുത്തബിഉ സുന്ന. അവരാണ് നബി തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പിൻപറ്റുന്നവരെ. നമ്മളെ സുന്നത്തിനെ പിൻപറ്റുന്നവരാവണം. നമ്മളെ സുന്നത്തിനെ പിൻപറ്റുന്നവരാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കുറച്ച് സുന്നത്തുകൾ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പകർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ആദ്യം തന്നെ പാടിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. തഴവ ഉസ്താദിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർദിന്റെ ഫലമാ പൊന്നേ. വിശുദ്ധമായ റമദാനിൽ നിങ്ങളൊരു സുന്നത്ത് ചെയ്താൽ മറ്റുള്ള മാസത്തിൽ ഫർള് ചെയ്യുന്ന കൂലിയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ ജീവിതമുണ്ട്. ആ ജീവിതം നിങ്ങളെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തന്നത് എന്തിനാ? അവരൊക്കെ ആരംഭ റസൂലുള്ളാഹി എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിച്ച് കാണിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ, എന്തെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടോ, അത് അതേ പ്രകാരം ജീവിതത്തിൽ കൊണ്ടുവന്ന മഹാന്മാരായ സ്വഹാബ. ആ സ്വഹാബത്തിനെ പോലെയാവാ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ സ്വഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റണം ചെറുപ്പക്കാരാ. പിന്നെ എങ്ങനെയാ മുത്തുനബിയെ പിൻപറ്റുന്നവരായി നമ്മളെ മാറേണ്ടത്? ഒരു ദിവസം നമുക്ക് എടുത്തു നോക്കാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ദിവസം നമുക്ക് എടുത്തു നോക്കാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉറക്ക് എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉണർവ് എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭക്ഷണം എങ്ങനെയാ? മുത്ത് ഹബീബ് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാ? മുത്ത് ഹബീബ് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാ? ആരംഭ റസൂലുള്ള ഒരു ദിവസത്തിൽ രാത്രി എപ്പോഴാണ് ഉറങ്ങാറുള്ളത്? ഉറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജീവിതത്തിൽ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ, ഒരു ആണിന്റെ പെണ്ണിന്റെ, വലിയവരുടെ ചെറിയവരുടെ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു ദിവസം എങ്ങനെയാവണമെന്ന്, അത് വിശുദ്ധമായ റമളാനിൽ എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ചു തന്ന തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതാണ് ഇന്നത്തെ റമളാൻ നിലാവിൽ നമ്മൾ പറയാൻ പോകുന്നത്. അത് കേട്ടിട്ട് പഠിച്ചിട്ട് അതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരായത്ത് ഉസ്താദ് പറഞ്ഞു തരികയാണ്. സൂറത്തു ആലിംറാൻ. സൂറത്തു ആലിംറാൻ. സൂറത്തു ആലിംറാനിൽ 31-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഞാൻ ഓതിയ ആയത്ത് മറക്കണ്ട. സൂറത്തു ആലിംറാനിലെ 31-ാമത്തെ ആയത്താണ്. സൂറത്തു ആലിംറാനിലെ 31-ാമത്തെ ആയത്താണ് കേട്ടോ. മറക്കണ്ട കേട്ടോ. സൂറത്തു ആലിംറാനിൽ 31-ാമത്തെ ആയത്താണ്. ഞാനിത് ഇങ്ങനെ നോക്കിയപ്പോ ഇതിപ്പോ ഏത് സൂറത്തിലാ ഏത് പായത്ത കിട്ടണില്ല. അപ്പൊ ഞാൻ എന്റെ മൂത്തച്ഛന് നേരെ മെസ്സേജ് അയച്ചു. മൂത്തച്ഛൻ ഹാഫിളാണ്. അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നേരെ മെസ്സേജ് അയച്ചു. സൂറത്തിന്റെ ഹാഫിളീങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ. ഓൽക്ക് സൂറത്തിന്റെ ഒരു ആയത്തിന്റെ തല പറഞ്ഞെടുത്താൽ മതി, ബാക്കി ഓല് ഓതി തരും. അവൻ ചോദിച്ചു ഈ ആയത്ത് ഇങ്ങനെ ഓതി. ഇത് ഏത് സൂറത്തിലായത്താ, എത്രാമത്തെ ആയത്തൊന്ന് വേഗം പറഞ്ഞെന്നാണ്. അൽഹംദുലില്ലാ പെട്ടെന്ന് പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹാഫിളുകൾ ഉണ്ടാകുമ്പോൾ നല്ല സുഖമാണ്. അപ്പൊ സൂറത്തു ആലിംറാനിലെ 31-ാമത്തെ ആയത്താണ് ഉസ്താദ് ഓതിയത്. എന്താ ഇത് ആരെ കുറിച്ചിട്ടാ പറയണേ? ഇന്നത്തെ വാല് കേട്ട് ഇത് ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പകർത്തണം എന്ന് പകർത്തണമെന്ന് മനസ്സിൽ കരുതിയവരെ കുറിച്ചിട്ടാ പറയണത്. നിങ്ങൾ റെഡിയല്ലേ? ഞാൻ നിങ്ങളും റെഡിയല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി പൈമ കൂടല്ലേ. മൂത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മൂത്തച്ഛൻ എന്ന് പറഞ്ഞാല് ഭാര്യന്റെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അഥവാ എന്റെ ഭാര്യ ലുലുവിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്. മൂത്തച്ഛൻ അറിയില്ല?
നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? ഇനി പൈമ കൂടെ നമ്മളെ സമയം പോകും, കുറവാ. അതാണ് കേട്ടോ. ആ എന്നാ നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയേ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റി കഴിഞ്ഞാൽ, ആരെ? അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റി കഴിഞ്ഞാൽ, യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് നബിയേ. അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് നബിയേ. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹുവിന്റെ ഹബീബിനെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഹബീബായ തങ്ങളെ സുന്നത്താണെന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാരാ? 5 വക്ത ഫർള് നിസ്കാരം ജീവിതത്തിൽ മറക്കാതെ നിർവഹിക്കണം ചെറുപ്പക്കാരാ. 5 വക്ത നിസ്കാരം ജീവിതത്തിൽ മറക്കാതെ കൊണ്ട് നടക്കണം പെങ്ങളെ. ആ 5 വക്ത നിസ്കാരത്തിന് പുറമെ ജീവിതത്തിൽ നിങ്ങൾ ധാരാളം സുന്നത്തുകൾ ചെയ്യണോ, ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കണോ. അങ്ങനെ സുന്നത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? രണ്ട് കാര്യങ്ങൾ സുന്നത്തെ പിൻപറ്റുന്നവർക്ക് 3 കാര്യങ്ങൾ അല്ലാഹു ഓഫർ തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ സുന്നത്തിനെ പിൻപറ്റുന്നവർക്ക് 3 കാര്യങ്ങൾ അല്ലാഹു ഓഫർ തരുന്നുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഏതാ? യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അൽഹംദുലില്ലാഹ്. അതുപോലെ നമുക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നവരെ, ബുദ്ധിയുള്ളവരെ അങ്ങനെയാണ് ആഗ്രഹിക്കുക. എനിക്ക് സ്വർഗം വേണമല്ലാ എന്ന് കൊതിക്കുന്നതിന് പകരം എനിക്ക് അല്ലാഹുവിന്റെ ഇഷ്ടമെന്ന് കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് അല്ലാഹുവിന്റെ പൊരുത്തമെന്ന് ലഭിച്ചാൽ മതിയായിരുന്നു. ഖലീലുല്ലാഹ് എന്ന സ്ഥാനപ്പേര് മഹാനായ ഇബ്രാഹിം നബി കൊണ്ടുപോയില്ലേ ചെറുപ്പക്കാരാ? എത്രത്തോളം സ്ഥാനപ്പേരുകൾ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയല്ലോ. നമുക്ക് അല്ലാഹുവിന്റെ ഒരു ഹബീബാവണ്ടേ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി മാറണ്ടേ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണായി മാറണ്ടേ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു ആണായി മാറണ്ടേ ചെറുപ്പക്കാരാ. എത്ര വയസ്സായി പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ മരിക്കുമ്പോ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി മരിക്കാൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ അല്ലാഹു ഒരു മാർഗം പറഞ്ഞു തരികയാണ്. നിങ്ങളെ മുത്തുനബിയുടെ സുന്നത്തിനെ പിൻപറ്റുക എങ്കിൽ ഒന്നാമത്തെ സമ്മാനം യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. മാത്രമല്ല ആ സുന്നത്ത് നിങ്ങളെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രതിഫലം ഏതാ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയേ പറഞ്ഞു കൊടുക്കൂ നബിയേ. സൂറത്തു ആൽ ഇംറാനിലൂടെ അല്ലാഹു നമ്മോട് പറയുകയാണ്, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ ദോഷങ്ങൾ ഞാൻ പുറത്തു തരുന്നതാ നബിയേ. അവരുടെ പാപങ്ങൾ അവരറിയാതെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാ നബിയേ. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ദോഷങ്ങളെ പൊറുക്കുന്നവനാണ്. 2 കാര്യങ്ങളായി ആലിമ്രാനിൽ, സൂറത്ത് ആലിമ്രാനിലൂടെ അല്ലാഹു പറഞ്ഞ 2 കാര്യങ്ങളായി സുന്നത്തിനെ പിൻപറ്റാൻ ഒരുങ്ങി നിൽക്കുന്നവരെ
രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. രണ്ടാമത്തത്, അള്ളാഹു നിങ്ങളെ ദോഷങ്ങളെ പുറത്തു തരും. മൂന്നാമത്തതുണ്ട്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പരലോകത്തെ മനുഷ്യന്മാരെ വിചാരണ ചെയ്യുന്ന സമയത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്തേക്ക് നഫ്സി 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 നഫ്സിയാ, സ്വന്തം ശരീരത്തിന് വേണ്ടി നിലവിളി കൂടുന്ന പരലോകത്ത് ഉമ്മയാരാണ്, ബാപ്പയാരാണ്, മക്കളാരാണ്, മരുമക്കളാരാണ്, പേരമക്കളാരാണ്, കൂട്ടുകാരാരാണെന്ന് തിരയാൻ സമയമില്ല. ഭർത്താവിന് തിരയാൻ സമയമില്ല, ഭാര്യയെ തിരയാൻ സമയമില്ല. വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ പ്രിയപ്പെട്ട ഭർത്താവ് നോമ്പ് തുറക്കാൻ എത്തിയിട്ടില്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഇക്കാ നിങ്ങൾ എവിടെ എത്തിയെന്ന് നമ്മൾ അന്വേഷിക്കുമല്ലോ. സമയം വൈകിയാ മക്കളോട് എന്തേ സ്കൂളിൽ നിന്ന് സമയം വൈകിയെന്ന് നമ്മൾ അന്വേഷിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരലോകത്ത് അങ്ങനെ ഒരു അന്വേഷണമില്ല. പരലോകത്ത് അങ്ങനെ ഒരു സുഖവിവരം അന്വേഷണമില്ല. എല്ലാവരും ബേജാറിലാണ്, എല്ലാവരും ബേജാറിലാണ്. നന്മതിന്മ തൂക്കം ചെയ്യുമ്പോ ഈ വാള് പറഞ്ഞതും കേട്ടതും എഴുതി വച്ചതും പഠിച്ചു വച്ചതും ഇതിന് വേണ്ടി ഇന്റർനെറ്റ് ചെലവാക്കിയതുമല്ല. നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങാൻ അബലായിട്ട് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൂന്നാമത്തെ പ്രതിഫലം പരലോകത്തിൽ നിന്ന് വിചാരണ നടക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ നന്മതിന്മകളെ തൂക്കം ചെയ്യുന്ന അള്ളാഹുവിന്റെ പരലോകത്തെ വിചാരണയ്ക്ക് വരുമ്പോ വിചാരണ കുറവായിട്ട് വിചാരണയില്ലാതെ സ്വർഗത്തില് പോവാൻ സുന്നത്തിനെ പിൻപറ്റിയവർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, ഇത് ഹബീബിന്റെ സുന്നത്താ റബ്ബേ. ഈ തലപ്പാവും തൊപ്പിയും മുത്തുനബിയുടെ സുന്നത്താണ് റബ്ബേ. ഇത് ഫർള് ചെയ്ത പ്രതിഫലം അല്ലാഹ് നീ തരുമല്ലോ റബ്ബേ. ഈ ബാപ്പമാരെ തലമറച്ചത് അതിനാ, ഈ ഉപ്പമാരെ തൊപ്പി ധരിച്ചത് അതിനാ. തൊപ്പി ധരിക്കാത്തവരെ തൊപ്പി ധരിക്കുക ഒരു സുന്നത്താണ്, ഫർളിന്റെ കൂലിയാണ്, വെറുതെ നഷ്ടപ്പെടുത്തണ്ട. നിങ്ങളോടാ പറയണം, ആ തൊപ്പി ഒന്ന് തലയിലിട്ടളി. എന്താ നിങ്ങൾ നോക്കിക്കല്ലേ, ആ തൊപ്പി ഒന്ന് തലയിലിട്ടളി. അള്ളാന്റെ ഒന്ന് കൂലിട്ടല്ലേ, ഒരു ഫർളിന്റെ കൂലല്ലേ. അടുത്തളി, അടുത്ത തലയിൽ വെച്ചെടുത്തളി. ഒരു തൊപ്പി എടുത്തെടുത്താണ്, ഒരു തൊപ്പി അല്ലെങ്കിൽ തലപ്പാവ് എന്തെങ്കിലും, തലപ്പാവ് പറഞ്ഞ ഒരു ടവൽ എന്തെങ്കിലും കൊടുക്കി കെട്ടട്ടെ, വെക്കട്ടെ, കൂലിട്ടെ. അള്ളാന്റെ അടുക്കൊന്ന് കൂലിട്ടെ, നിങ്ങൾ ചെയ്തു കൊടുക്കി. അള്ളാഹുവേ, ഒരു ഫർള് ചെയ്ത പ്രതിഫലം അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, മൂന്നാമത്തെ പ്രതിഫലം അങ്ങനത്തെ ആളുകൾ പരലോകത്തേക്ക് പച്ചച്ചിറകുകളുമായ സിറാത്ത് പാലത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്. സിറാത്ത് പാലത്തിന്റെ അടുക്കിലേക്ക് പച്ചച്ചിറകുകളുമായി വരികയാണ്. എല്ലാവരും വിചാരണയിലാണ്, എല്ലാവരും നന്മതിന്മ വിചാരണയിലാണ്. അങ്ങനെ വിചാരണയിലായിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇല്ല സ്വഹാബ, ചില ആളുകൾ മാത്രം ഇതാ പച്ചച്ചിറകളുമായി പാറി വരികയാണ്. അവര് പാറി വരുമ്പോ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ? അൽ റഅയ്തുൽ ഹിസാബ്, നിങ്ങൾക്കെന്തേ വിചാരണയില്ലേ? ഈ ആളുകളൊക്കെ ഇവിടെ വിചാരണയ്ക്ക് വേണ്ടി വരി വരിയായിട്ട് ടോക്കൺ എടുത്ത് നിൽക്കുമ്പോ എന്തേ നിങ്ങൾക്ക് ടോക്കൺ ഇല്ലേ? എന്തേ നിങ്ങൾക്ക് ഗ്രീൻ പാസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് ഹിസാബ്, നിങ്ങൾക്ക് എന്തേ വിചാരണയില്ലേ?
നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് പാലം വിട്ടുകിടക്കാതെ ഒരാൾക്കോ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. നിങ്ങൾ സിറാത്ത് പാലം വിട്ടുകിടന്നിട്ടുണ്ടോ? ഹൽ വജത്ത ഹാദിഹി ബിമ വജത്ത ഹാദിഹി ദറജ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് മലക്കുകൾ നാളെ പരലോകത്തിൽ നിന്ന് ചോദിക്കുമ്പോ നഹ്നു സായിമൂന ഫലാ തസുമൂ ഫലാ തസുമൂ നഹ്നു സായിമൂന ഫലാ തസുമൂ ഫലാ തസുമൂ. അവരവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, റമളാൻ വന്നപ്പോ നോമ്പെടുത്തവരാണ് ഞങ്ങള്. റമളാൻ വന്നപ്പോ നോമ്പെടുത്തിട്ട് സുന്നത്തിനെ പഠിച്ച് സുന്നത്ത് ജീവിതത്തിൽ ചെയ്തവരാണ് ഞങ്ങള്. അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന തിരു സുന്നത്ത് എങ്ങനെയുണ്ടോ ആ സുന്നത്തിന് ഞങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിച്ചവനാണ്. അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അല്ലാഹു ഇങ്ങനെ ഒരു വലിയ പ്രതിഫലം തന്നതെന്ന് അടിമകളായ അല്ലാഹുവിന്റെ മലക്കുകളോട് അങ്ങനത്തെ അടിമകൾ നാളെ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൂട്ടത്തിലെ പെടാൻ നോക്കണം ചെറുപ്പക്കാരാ. പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ആ കൂട്ടത്തിൽ നമ്മളെ പെടാൻ നോക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. ആഗ്രഹമുണ്ടോ ആ കൂട്ടത്തിൽ പെടാൻ? അതൊന്ന് കേക്കട്ടെ. ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ബാക്കി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് അതിനൊന്നും ബോധിയില്ല, ഞങ്ങൾക്ക് അതിനൊന്നും ആഗ്രഹമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ അത് കേൾക്കാനുള്ള ഒരു ആഗ്രഹമുള്ളൂ. ചെയ്യാനും കേൾക്കാൻ നമ്മൾ എത്രയും കേൾക്കാം, ചെയ്യാന് നോക്കട്ടെ അങ്ങനെയാവരുത്. ആഗ്രഹം ഉണ്ടോ ഇല്ലേ എന്നാ കേക്കട്ടെ. ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞു. ആഗ്രഹം ഇല്ലെങ്കിൽ അത് മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് എന്റെ പണിയൊക്കെ പോവാലോ. എന്റെ പണി അത് ആഗ്രഹമുണ്ടോ? മാഷാ അല്ലാ, എല്ലാവർക്കും എന്നാ പറയണ ശ്രദ്ധിച്ചോളിട്ടോ. ഇനി ശ്രദ്ധയോടെ കേട്ടിരിക്കാം. ഈ പറഞ്ഞ കൂലൊക്കെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ. നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് മുതൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് മുതൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ 3 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞോട്ടോ. സുന്നത്തിനെ പിൻപറ്റിയല്ല 3 കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. ഇന്ന് മുതൽ ചെയ്യണം. ഇന്ന് മുതൽ ചെയ്തോ എന്നുള്ളത് ഞാൻ നാളത്തെ വാതിൽ ചോദിക്കും, നാളത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഇന്ന് മുതൽ എന്നെ ചെയ്യണം. ഒരു വിശ്വാസിയുടെ ഉറക്ക് മുതൽ നമുക്ക് എടുക്കാം. ഉറക്ക് അതേക്കോട്ടെ, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ ഉറക്ക്. ആ ഉറങ്ങണ എങ്ങനെയാ അത് സ്ഥലങ്ങൾ പറഞ്ഞോളി. ഉറക്ക് അല്ലേ? ഉറക്ക്, ഭക്ഷണം കഴിക്കുക, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും തോന്നാൻ പറയാം. വിശ്വാസിയുടെ ഭക്ഷണം മണിക്കൂറുകളോളം പറയണ്ടേ. വിശ്വാസിയുടെ ഭക്ഷണം അത് കഴിഞ്ഞിട്ട് കേട്ടോ. വിശ്വാസിയുടെ ഭക്ഷണം മണിക്കൂറോളം പറയണ്ടേ. എന്താ വിശ്വാസിയുടെ ഭക്ഷണം? ബിരിയാണിയോ മന്തിയോ നെയ്ച്ചോറോ എന്താല്ലേ ഒക്കെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അവിടെ എത്തട്ടെ, അതിനില്ല വിഷയം എത്തട്ടെ കേട്ടോ. അപ്പൊ വിശ്വാസിയുടെ ഉറക്ക് അൽഹംദുലില്ലാഹ്. നൗമു സായിമി ഇബാദ. ഏറ്റവും പറഞ്ഞ ഞാൻ വലിയൊരു ഇബാദത്ത് എടുക്കാൻ പോവാണ്, ഇന്നെ സ്വീപ്പാക്കരുത് കേട്ടോ. ഇബാദത്ത് എടുക്കുമ്പോ സ്വീപ്പാക്കി അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അള്ളാഹ്ക്ക് പൊരുത്തുണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചോട്ടെ ഓൻ ഖുർആൻ ഓതാൻ പോയി കറന്നാജ് പോയി ഇബാദത്ത് എടുത്തൂലേ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓനെ കാണില്ല, 4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഓനെ കാണില്ല. ഇപ്പം ഭയങ്കര ഇബാദത്തിലാണല്ലോ റബ്ബേ. പോയോക്കിയപ്പോ എന്താ നല്ല ഉറക്കാ. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? നോമ്പുകാരൻ ഉറങ്ങാണെങ്കിൽ അത് ഇബാദത്താണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ പഠിച്ചത് അതാണ്. നല്ല കൂർക്കം വലിച്ചുറങ്ങാണ്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാത്തത് ഇപ്പൊ ഭയങ്കര ഇബാദത്തിലാണല്ലോ. ഒക്കെയാണ് ആ ഇബാദത്തൊന്ന് കാണാൻ പോയൊക്കെയാണ്. അപ്പൊ നല്ല ഉറക്കില്ല. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, നല്ല കൂലിയുള്ള കാര്യമാണ്. മജ്‌ലിസിൽ ഇരുന്ന് ആരും ഉറങ്ങാൻ നിൽക്കണ്ട. ഇത് കേട്ടോളി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറങ്ങുന്നത് എങ്ങനെയാ?
അള്ളാഹുവിന്റെ ഹബീബ് ഇന്നു മുതൽ അങ്ങനെ ഉറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എങ്ങനെയാണ് ഉറക്ക്? ഒരു വിശ്വാസിയുടെ ഉറക്ക് എങ്ങനെയാ? ഞാനും നിങ്ങളും എങ്ങനെയാണ് ഉറങ്ങേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇശാ നിസ്കാരത്തിന് മുമ്പ് തന്നെ മുത്തുനബി ഭക്ഷണം കഴിക്കുമായിരുന്നു. എങ്ങനെ? ഇശാ നിസ്കാരത്തിന് മുമ്പ് തന്നെ മുത്തുനബി ഭക്ഷണം കഴിക്കുമായിരുന്നു. ചിലപ്പോൾ മാത്രമാണ് ഇശാഇന് ശേഷം കഴിക്കാറുള്ളത്. അതിന്റെ മുന്നേ മുത്തുനബി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടോ വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ മഹാന്മാരോട് പറയുമായിരുന്നു. എന്നാൽ രാത്രി ഉറങ്ങാതെ ഇബാദത്തിലായി നിസ്കാരത്തിലായി കഴിഞ്ഞുകൂട്ടിയ ഒരുപാട് ദിവസങ്ങൾ മുത്ത് ഹബീബിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ രാത്രി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. വിരുന്നുകാരോ മറ്റുള്ളവരൊക്കെ വന്നാൽ അവരോട് നമുക്ക് സംസാരിച്ചിരിക്കാം. ഇശാഇന് ശേഷം കൂടുതൽ സ്വറ പറഞ്ഞിരിക്കൽ നല്ലതല്ല. ശ്രദ്ധിക്കാം. ഇശാഇന് ശേഷം കൂടുതൽ നേരം ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കൽ നല്ലതല്ല. മനസ്സിലായോ? എന്നാ വിരുന്നാര് വന്നിട്ട് വിരുന്നാര് വരുമ്പോ ഓലുണ്ടാവുമ്പോ എങ്ങനെ വിരുന്നാരുണ്ടാവുമ്പോ നമ്മൾ എങ്ങനെയാപ്പോ നേരത്തെ ഉറങ്ങാം? അങ്ങനത്തെ ആ സമയത്ത് ഓലോട് നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം. ഇല്ലെങ്കിൽ ഒരു വിശ്വാസി നേരത്തെ പോയി ഉറങ്ങണം എന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്ന് മുതൽ ശ്രദ്ധിക്കണം. വീടും അടുക്കളയും എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഉറങ്ങണം. ഐഷാ, നീ അടുക്കള നല്ലതുപോലെ ക്ലിയർ ആക്കിയിട്ട് ഉറങ്ങണേ ഐഷാ. അടുക്കള നീ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഉറങ്ങണം. തെറ്റിപ്പോലെ ഉറങ്ങുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അടുക്കള ഞാൻ ചോദിക്കട്ടെ, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോ എന്താ സാധാരണയല്ല, ചില വീട്ടിലൊക്കെ അങ്ങനെ കാണാം. രാവിലെ നന്നായിട്ട് രാവിലെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൊട്ടത്താളത്തിൽ പാത്രത്തിൽ തൂക്കിയിടും, അല്ലെങ്കിൽ കൂട്ടിയിടും. അത് ബർക്കത്ത് നഷ്ടപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? രാത്രി ക്ലീൻ ആക്കേണ്ടത് രാത്രിനൊക്കെ ക്ലിയർ ആക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് പറയാൻ പോകുന്നത് കേട്ടോ. ജീവിതത്തിൽ ശ്രദ്ധിച്ചോളി. അടുക്കളയിൽ പാത്രങ്ങൾ കേൾക്കാൻ ബാക്കിയുണ്ടാവരുത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾ വേഗം പോയി കടന്നുറങ്ങും. അങ്ങനെയല്ല, നമ്മൾ കൂടി കൊടുക്കാം. ഇപ്പൊ ഞാൻ കൂടി കൊടുക്കണം, എന്നാ നമുക്ക് കൂടി കൊടുക്കണേന് അത് ദാരിദ്ര്യം ഉണ്ടാക്കും. ഉറപ്പാണ്. രാത്രി കഴിച്ച ഭക്ഷണം ചട്ടി ആവട്ടെ, ഞാൻ ചട്ടി നന്നാക്കി വരുത്തണം. ചട്ടി കുറച്ച് അടി പിടിച്ചു, അതൊക്കെ നന്നാക്കി വരണമെങ്കിൽ ഇപ്പൊ ഞാൻ രാവിലെ ആക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊട്ടത്താളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ പോകും. അങ്ങനെ പോവരുത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുമായിരുന്നു. ആയിഷ ബീവിയുടെ അടുക്കളയിൽ റൂമൊക്കെ ഒന്നാണ്, പിന്നെ ചെറിയ വീടാണല്ലോ. പനയോലയിൽ ഒരു കുടിലാണ് നബി തങ്ങളെ പൂങ്കുടിലാണ്. കേട്ടില്ലേ? ചെറിയ വീടാണ്. അങ്ങനെ പാട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ നൗഷാദ് ബാക്കി ഉസ്താദ് എഴുതിയ ഒരു പാട്ടുണ്ട്. നോക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനെ കുറിച്ചിട്ട് അല്ലേ? കാണില്ല. ഇനി കിട്ടുമ്പോ ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ പാടിത്തരട്ടെ. നല്ല വരികളേനത് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കാണില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. എന്ത് ചെറിയ വീടാണല്ലോ. ഐഷാ, നീ അടുക്കളയിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഐഷാ?
അങ്ങനെ അന്വേഷിക്കുമായിരുന്നു. അടുക്കളയിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറയും. എന്നിട്ടോ വാതിലടച്ചിട്ടുണ്ടോ ആയിഷ? ഉറങ്ങുന്നതിന് മുമ്പ് സുന്നത്താൻ വിളക്കണക്കണം. വിളക്കണച്ചിട്ടുണ്ടോ ആയിഷ? ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യണല്ല, ഇതൊക്കെ സുന്നത്താ. ഇതൊക്കെ ചെയ്യണം ജീവിതത്തിൽ. വിളക്കണക്ക പഴയ കാലത്തൊക്കെയാണ് വിളക്കണക്ക. ഇപ്പൊ ഏതാണ്? ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കലാണ്, ലൈറ്റ് ഓഫ് അല്ലേ പഴയ കാലത്ത്. ഇപ്പം ഭയങ്കര ഇപ്പൊ ഫുള്ള് മാറിയില്ലേ. ഇപ്പൊ എന്റെ ഓഫീസിലെ കാര്യങ്ങള് എനിക്ക് എന്റെ മൊബൈലിൽ ഇവിടെ തന്നെ ലൈറ്റ് ഓഫ് ആണ്. ഇവിടെ നിന്ന് തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ക്യാമറ ഇവിടെ ഇങ്ങനെ കാണാം. അവിടുത്തെ കാര്യങ്ങൾ, അവിടെ ഫാന് കറങ്ങുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ വീട് എന്ത് ചെയ്യണം? വാതിലൊക്കെ അടച്ചിട്ടുണ്ടോ, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടോ, വിളക്കണച്ചിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കുട്ടികളായിട്ട് വിളക്കണക്കുക. പഴയ കാലത്തൊക്കെയാണ് മണ്ണെണ്ണയുടെ വിളക്കുള്ളത്. മണ്ണെണ്ണ വിളക്ക്, സുറുങ്കുറ്റിയുള്ളത്, അതൊക്കെ കെടുത്തി വെക്കണം. കാരണം എന്താണ്? രാത്രി സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചിലപ്പോൾ കടന്നു വന്നിട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനെ ആളി പടർത്താൻ ഇബ്ലീസിനെ കൊണ്ട് കഴിയും. നബി മുഹമ്മദ് മുസ്തഫ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിളക്കണക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ആവശ്യമുള്ള ലൈറ്റ് പുറത്തിട്ട് വെക്കുക. അല്ലാത്ത ലൈറ്റുകൾ നിങ്ങൾ ഓഫ് ചെയ്യണം. മാത്രമല്ല എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചോ എന്ന് ഉറപ്പ് വരുത്തണേ സ്വഹാബ. വാതിലടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഇതാ ബിസ്മി ചൊല്ലിയിട്ട് ഞങ്ങൾ കഥ കടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ വാതിലടക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്ത് വുളു എടുത്തിട്ട് വുളുവോടുകൂടി ഉറങ്ങണേ സ്വഹാബാ. മുഅ്മിനീങ്ങളെ ഇന്ന് മുതൽ അങ്ങനെയാവണം നമ്മള്. ഇന്ന് മുതൽ അങ്ങനെയാവണം നമ്മള്. ഇന്ന് മുതൽ ആ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്മള്. ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ ആരെല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യാറുണ്ട്? ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുത്തിട്ട് ഉറങ്ങുന്നവരാരൊക്കെയാണ്? അത് പഠിച്ചവരാണ് നമ്മള്. ജീവിതത്തിൽ ചെയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാനും നിങ്ങളും അത് ചെയ്യാറുണ്ടോ? ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് എടുത്തിട്ട് ഉറങ്ങുന്ന മിസ്വാക്ക് ചെയ്തിട്ട് പല്ല് തേച്ചിട്ട് ബ്രഷ് തേച്ചിട്ട് ഉറങ്ങാറുള്ളവരാരാ? അല്ലാഹുവേ എത്രയാണ് നിന്നെ പ്രതിഫലം ലഭിക്കുന്നത്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയായിരുന്നു. നബി തങ്ങൾ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ മിസ്വാക്ക് ചെയ്തിട്ടുണ്ടോ ആയിഷ? കാരണം മിസ്വാക്ക് ചെയ്യുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. 5 സമയങ്ങളിൽ മിസ്വാക്ക് ചെയ്യൽ ശക്തമായ സുന്നത്തുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നേതാണ് വായക്ക് പകർച്ച വരുമ്പോ, വായനാറ്റം വരുമ്പോ, വായക്ക് നല്ല പകർച്ച വരികയാണ്, നല്ല സ്മെല്ല് വരികയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മിസ്വാക്ക് ചെയ്യണം. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ശ്രദ്ധിക്കണം. നോമ്പുകാരന്റെ വാസന അത് അല്ലാഹുവിന്റെ അടുക്കൽ മിസ്കിന്റെ സുഗന്ധമാണ്. അത് കസ്തൂരിയുടെ സുഗന്ധമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി നോമ്പെടുത്തിട്ട് ഉച്ചക്ക് ശേഷം എന്ത് ചെയ്യണ്ട? ആ കൂലിട്ടാൻ വേണ്ടിട്ട് മിസ്വാക്ക് ചെയ്യണ്ട. കാരണം ആ സുഗന്ധത്തിന് അള്ളാന്റെ അടുക്കൽ വലിയ കൂലിയില്ല. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ ഇത് കസ്തൂരിയുടെ വാസനയാണെന്ന് പറഞ്ഞു മറ്റയാളെ മുമ്പിൽ നിന്നാണ് ഹാർന്നിങ്ങനെ പോകാൻ നിൽക്കേണ്ട. അത് അള്ളാന്റെ അടുക്കൽ വലിയ കൂലിയില്ല കാര്യമാണ് കേട്ടോ. പിന്നെയോ 5 സമയങ്ങൾ. മറ്റൊന്ന്, പല്ലിന് മഞ്ഞ നിറം വന്നാൽ, പല്ലിന് വ്യത്യാസം വന്നാൽ മിസ്വാക്ക് ചെയ്യലെന്നുണ്ട്, സുന്നത്തുണ്ട്. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ
മിസ്വാക്ക് ചെയ്യൽ സുന്നത്തിന്റെ എഴുതി വെക്കി. അത് എഴുതി വെച്ചാൽ മാത്രം പോരാ, അതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. മറ്റൊന്ന് ഏതാണ്? നിസ്കാരത്തിന് തയ്യാറായി നിൽക്കുമ്പോ, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കാൻ, നിസ്കാരത്തിന് വേണ്ടി തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങനെ ബ്രഷും പേസ്റ്റും കണ്ടിരാ. ബ്രഷ് തന്നെ ആവണമെന്നില്ലല്ലോ. അറബികളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ഉംറക്കുമ്പോൾ അജ്ജിനോകുമ്പോഴൊക്കെ നമ്മൾ കുറെ കൊണ്ടല്ലുണ്ട്. എന്ത് അറാക്ക് അല്ലേ, മിസ്വാക്ക് ചെയ്യുന്ന സാധനം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ മിസ്വാക്ക് ചെയ്യൽ എന്താണ്? സുന്നത്താണ്. നോമ്പറ്റിട്ട് വേണ്ട, അല്ലാത്ത സമയത്ത് മിസ്വാക്കിൽ സുന്നത്താണ്. പിന്നെയോ വുളു ഉണ്ടാക്കാൻ നിൽക്കുമ്പോ, ഇനിയിപ്പോ നിങ്ങൾ അസറിന്റെ വുളു ഉണ്ടാക്കൂലേ? അസറിന് വുളു ഉണ്ടാക്കുമ്പോ വുളു ഉണ്ടാക്കിയാൽ മതി. ഉച്ചന്റെ ശേഷം മിസ്വാക്ക് ചെയ്യൽ നല്ലതല്ലല്ലോ. പക്ഷെ ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? മിസ്വാക്ക് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മിസ്വാക്ക് ചെയ്താലുള്ള പ്രതിഫലം എത്രയാ? അങ്ങനെ മിസ്വാക്ക് ചെയ്താലുള്ള കൂലി എത്രയാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിക്കുന്ന ഹദീസ് എന്റെ പ്രിയപ്പെട്ടവരെ, മിസ്വാക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുമെന്നാണ്. മാത്രമല്ല വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക്. അതുകൊണ്ട് പല്ലിന് തേക്കലോ പതിവാക്ക്. ശ്രദ്ധിക്കണം, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മിസ്വാക്ക് വേണം. ഓരോ മിസ്വാക്ക് തന്നെ ഓരോരുത്തർക്കും ഓരോ ബ്രഷ് വേണം. മറ്റോന്റെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക. ചിലവരുണ്ടാവും ബ്രഷ് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവും. അത് പറ്റുമോ പറ്റൂല എന്നുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് രാത്രി മിസ്വാക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യണം. ഇന്ന് രാത്രി ഇത് ചെയ്തിട്ട് കിടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ ഞാൻ ചോദിക്കട്ടോ, നാളെ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഇന്ന് രാത്രി ഇത് ചെയ്ത് കിടക്കണം. ഒരു നോമ്പുകാരന്റെ ഒരു ദിവസത്തെ രാത്രിയെ ഞാൻ പറഞ്ഞുതരുന്നത്. വുളു എടുക്കാൻ പോണതിന് മുമ്പ് രാത്രി എന്ത് ചെയ്യണം? തറാവിയൊക്കെ കഴിഞ്ഞ് മജ്‌ലിസൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം. വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക്. അതുകൊണ്ട് പല്ലിന് തേക്കലോ പതിവാക്ക്. അങ്ങനെ പതിവായി തേച്ചാൽ കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ. അതുപോലെ കണ്ണിന് കാഴ്ചയോ കൂട്ടുന്നതാ. കഫക്കെട്ട് മാറിക്കിട്ടോ, കണ്ണിന് അല്ലാഹു കാഴ്ച കൂട്ടി തരും. മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, വളയാതെ മുതുകോ നീണ്ടു തന്നിരിക്കുന്നതാ. അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ. തൈവ ഉസ്താദ് പഠിപ്പിക്കുകയാണ് നമ്മളെ. നിന്റെ മുതുക വളയൂല, നിന്റെ മുതുക വളയുന്ന അസുഖത്തെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ്. അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ. പെട്ടെന്ന് എന്ത് ചെയ്യൂല? നരവരൂല. പെട്ടെന്ന് നരവരൂല. ഞാനിത് ഇങ്ങനെ വിഷയം ഇങ്ങനെ നോക്കിയെടുത്തപ്പോഴേ ലുലിനോട് ചലങ്ങൾ പല്ലേക്കലില്ലേ എന്താ എന്റെ കുറച്ച് മുടികളൊക്കെ ഇങ്ങനെ നരച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ട് ചോദിക്കാണ്, നിങ്ങൾ പല്ലേക്കല്ലേ? നരവല്ലാതെ വരൂല മിസ്വാക്ക് ചെയ്താൽ കേട്ടോ. ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ പറയണേ. എന്റെ കൂലി പറയാണ്, അതിവേഗമിൽ. ഇതിനുണ്ടോ? മിസ്വാക്ക് ചെയ്തല്ല കൂലിയ പറയണേട്ടോ. അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ. ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. ബുദ്ധിക്ക് നല്ല വളർച്ച കിട്ടും മിസ്വാക്ക് പതിവാക്കുന്നവനുടെ ബുദ്ധിക്ക് നല്ല വളർച്ചയുണ്ടാകും. മാത്രമല്ല ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാൻ മിസ്വാക്ക് നല്ലതാണ്. ഒരൊറ്റ മിസ്വാക്കിലൂടെ അല്ലാഹ് നമുക്ക് തരുന്ന പ്രതിഫലമാണ്. കൃത്യമായി മിസ്വാക്ക് ചെയ്യുന്നവരാരാ? പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ. സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ. പല്ലിന്റെ
പല്ലിന്റെ വേദന മാറിക്കിട്ടും. അതിനെന്ത് വേണം? അതിനനുസരിച്ച് മിസ്വാക്ക് ചെയ്യണം. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നന്നാക്കി കുത്തിയാലും പല്ല് വേദനിച്ചു. നിങ്ങളല്ലേ പറഞ്ഞത് പല്ലിന്റെ വേദന മാറിക്കിട്ടും, എന്റെ പല്ല് വേദനിച്ചാണല്ലോ, അതിനനുസരിച്ച് മിസ്വാക്ക് ചെയ്യണം. അങ്ങനത്തെ പോലെ പല്ല് വേദന മാറും കേട്ടോ, അല്ലെങ്കിൽ പല്ല് വേദന കൂടുള്ളൂ. പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ. മിസ്വാക്ക് ചെയ്യുന്നവരുടെ സംസാരം നല്ല സ്ഫുടതയുണ്ടാകും. ഏതൊരാൾക്കും മനസ്സിലാകും. എന്താ ഈ പറഞ്ഞ എന്റെ ഈ പറയണമെന്ന് മനസ്സിലാവണില്ല, ആ പറച്ചിലൂടെ മാറിക്കിട്ടും. എന്ത് വേണം? മിസ്വാക്ക് ചെയ്യണം. ഇന്ന് മുതൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് മാത്രമല്ല കുഷ്ഠരോഗം കാക്കുമേ, കുടലപ്പഴം ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. കുഷ്ഠരോഗത്തെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുന്നതാണ്. മാത്രമല്ല മിസ്വാക്ക് ചെയ്യുന്നവരുടെ കുടലുകൾ, എല്ലാ കുടലുകളും എപ്പോഴും ക്ലീൻ ആയിരിക്കുമെന്നാണ്. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 ഫലം അതിനുള്ളതാ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മിസ്വാക്ക് ചെയ്തിട്ടുള്ള നിസ്കാരവും മിസ്വാക്ക് ചെയ്യാതെയുള്ള നിസ്കാരവും രണ്ടും രണ്ടാണ് സ്വഹാബ. മിസ്വാക്ക് ചെയ്തിട്ടുള്ള നിസ്കാരത്തിന് 27 പ്രതിഫലം അധികമാണെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ. പഠിച്ചു വെക്കണേ, കേൾക്കണേ, എഴുതി വെക്കണേ, ജീവിതത്തിൽ പ്രവർത്തിക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പിന്നെയോ വേറെ വലിയൊരു കൂലി കേട്ടോളെ. അംലാക്ക് കണ്ടാൽ ഫസ്തദാനം ചെയ്യുമേ, മുഖവും പ്രസന്നത ശരിക്കും തിളങ്ങുമേ. മിസ്വാക്ക് ചെയ്യുന്നവരെ കണ്ടാല് മലക്കുകൾ വന്നിട്ട് അവരുടെ കൈ പിടിച്ചിട്ട് മുസാഫത്ത് ചെയ്യുമെന്നാണ്. എന്തൊക്കെ കൂലിയെ പഠിച്ചോനെ കേൾക്കണേ. മിസ്വാക്ക് ചെയ്താല് മലക്കുകൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് മുസാഫത്ത് ചെയ്യും. റബ്ബേ, ആ കൂലൊക്കെ കിട്ടണമെങ്കിലേ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഞാനിത് ചെയ്യുമെന്ന് ഉസ്താദേ, അള്ളാന്റെ ഹബീബിന്റെ തിരുസുന്നത്ത് ഇന്ന് മുതൽ ജീവിതത്തിൽ ഞാനിത് ചെയ്യുമെന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മലക്ക് വന്നിട്ട് കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുകയാണ്. രാത്രി സമയത്ത് മിസ്വാക്ക് ചെയ്ത് വുളൂഅെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നോമ്പുകാരാ, നിങ്ങളെ കൈപിടിക്കാൻ മലക്കുകൾ വരുമെന്ന. മാത്രമല്ല കേട്ടോ, മുഖവും പ്രസന്നതയാൽ ശരിക്കും തിളങ്ങുമേ. നിങ്ങളെ മുഖത്തിന് അല്ലാഹു നല്ല വെളിച്ചം തരുമെന്നാണ്. നിങ്ങളെ മുഖത്തിന് അല്ലാഹു നല്ല പ്രകാശം തരുമെന്നാണ്. അതൊന്നും ഇങ്ങനെ തേച്ചിങ്ങനെ ഇല്ല ചൊറുക്ക് കളയാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മിസ്വാക്ക് ചെയ്തോളി ട്ടോ. മിസ്വാക്ക് ചെയ്തോളി. വലിയ കൂലിയാ. മുഖത്തിനൊക്കെ പ്രകാശം ഒക്കെ നല്ല ചൊറുക്കാണ്. കേൾക്കണ്ടേ? പല്ലേക്കലുണ്ടോ? നല്ല കുട്ടിയാണ്. പിന്നെയോ മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ. മരണസമയത്തുള്ള വേദന അല്ലാഹു നമുക്ക് കുറച്ചു തരുമെന്നാൽ പടച്ചവനെ എത്ര വലിയ കൂലിയാണ് മരണസമയത്തുള്ള വേദന. മരണസമയത്തുള്ള വേദന മുഅ്മിനീങ്ങളെ വർദ്ധിപ്പിക്കണം, ചെയ്യണം കേട്ടോ. മാറ്റിവെക്കരുത്. ഇത് ആരൊക്കെ ചെയ്യേണ്ടതാണെന്ന് കരുതണ്ട പൊന്നുമോളെ. നമ്മൾ ചെയ്യാനുള്ളതാണ് പൊന്നുമോനെ, നമ്മൾ ചെയ്യാനുള്ളതാണ്. മിസ്വാക്ക് പതിവാക്കുന്നവരാരാ? ഉറപ്പിച്ചോണി, മരണവേദന അല്ലാഹു നിങ്ങൾക്ക് കുറച്ചു തരുമെന്നാണ്. സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ.
മിസ്വാക്ക് ചെയ്യുന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിളിച്ചു പറയാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴിമുത്തുകൾ എടുത്തിട്ട് തൈവ ഉസ്താദ് പറയട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ ഉസ്താദിന്റെ ദർജ അല്ലാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തൈവ ഉസ്താദ് എത്ര അതിമനോഹരമായിട്ടാ നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ, സന്തോഷമായി മരിക്കും സന്തോഷമായി മരിക്കുന്നതിന്നുതകുന്നതാ. ഈമാനോടെയുള്ള മരണം മിസ്വാക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഖബറിന്റെ അകത്ത് അല്ലാഹു വലിയ സന്തോഷം നിങ്ങൾക്ക് നൽകുമെന്നാണ്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രതിഫലം അല്ലാഹു മിസ്വാക്ക് ചെയ്യുന്നവർക്ക് നൽകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല, അതാർക്കും രക്ഷപ്പെടാൻ കഴിയൂലല്ലോ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. മറ്റുള്ള എല്ലാ അസുഖത്തിൽ നിന്നും മിസ്വാക്ക് പതിവാക്കുന്നവർക്ക് അത് രക്ഷപ്പെടാൻ കാരണമാണ്. ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്. അവിടെയാണ് നമ്മുടെ വിഷയം. ഇന്ന് രാത്രി മുതൽ ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്. ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റ് വീണ്ടും തേക്ക്. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ മിസ്വാക്ക് ചെയ്യണോ. ഭർത്താവിനോട് പറയണോ, ഭാര്യയോട് പറയണോ, മക്കളോട് പറയണോ, മരുമക്കളോട് പറയണോ, പേരമക്കളോട് പറയണോ. ഇതെല്ലാം വേറെ ഏതോ ലോകത്തുള്ള ആളുകളെ ചെയ്യാനുള്ളതല്ല, നമ്മൾ ചെയ്യാനുള്ളതാണ് മോളെ, നമ്മൾ ചെയ്യാനുള്ളതാണ് ചെറുപ്പക്കാരാ. ഒരു കുടുംബം കിടന്നുറങ്ങുമ്പോ ആ കുടുംബത്തിലെ ഉമ്മയും വലിയുമ്മയും വലിയുപ്പയും മക്കളും മരുമക്കളും പേരമക്കളൊക്കെ മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങുന്ന കുടുംബമാണെങ്കിൽ അത് എത്ര വലിയ ബറക്കത്തുള്ള കുടുംബമാ. ആ കുടുംബത്തെ മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് മുസാഫത്ത് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്നാ. ഒരു കുടുംബത്തിലെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങാം. അപ്പൊ ആ കുടുംബത്തിന് മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് മുസാഫത്ത് ചെയ്യും. എന്നിട്ടോ ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണം. ഉറങ്ങാൻ ഒരുങ്ങിയോ മിസ്വാക്ക് ചെയ്യണം. പിന്നെയോ ഇതൊക്കെ ഉണ്ടല്ലേ, ഉറക്കിൽ ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റ് വീണ്ടും തേക്ക്. പിന്നെയോ ദാഹിച്ച നേരം ചെയ്യടോ മിസ്വാക്ക്. ഉച്ചക്ക് ശേഷം സായിമി ഒഴിവാക്ക്. ദാഹിക്കുന്ന നേരം മിസ്വാക്ക് ചെയ്യാം. കേൾക്കണം, പഠിക്കണം. ഉച്ചക്ക് ശേഷം സായിമ് ഒഴിവാക്ക്. നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യരുത്. നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ വിശന്ന സമയം സുന്ന സംയോഗത്തിനൊരുങ്ങുമ്പോഴും ഇത് നന്നാ. വിശക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്ത് പല്ല് ക്ലീൻ ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നല്ല വിശന്നിട്ട് വരാം, വിശന്ന സമയത്ത് ഉസ്താദേ അവിടെ ചെറിയൊരു ക്ലൂ തരുവോ? വിശന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോരെ. കൂലിണ്ട്, ഭക്ഷണം കഴിച്ചതിന് ശേഷം മിസ്വാക്ക് സുന്നത്താണ്. പക്ഷെ ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ എപ്പോ തന്നെ ചെയ്യണം. ഇതാ ഞാൻ പറഞ്ഞത്, പറഞ്ഞാ പോരാ, കേട്ടാ പോരാ, ചെയ്യോ. വിശക്കണ സമയത്ത് ഇപ്പൊ മിസ്വാക്ക് ആയിക്കോട്ടെ, നോക്കാം അല്ലേ? നിങ്ങൾ നോക്കി അല്ല കൂലിയറ്റ. ഞാൻ പറഞ്ഞുതരാം. പ്രവർത്തിക്കാനൊക്കെ എല്ലാവർക്കും ഉള്ള തൗഫീഖ് ചെയ്യട്ടെ, നിങ്ങൾക്ക് മാത്രല്ല നമുക്കൊക്കെ. പിന്നെയോ സംയോഗത്തിനൊരുങ്ങുമ്പോഴും ഇത് നന്നാ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെടുമ്പോ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബെഡ്റൂമിലേക്ക് പോകുമ്പോ രണ്ടുപേരും മിസ്വാക്ക് ചെയ്ത് വുളു എടുത്തിട്ട് പോവണം. സാധേ വുളു മുറിയില്ലേ, മുറി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മിസ്വാക്ക് ചെയ്തിട്ട് വുളു എടുത്തിട്ട് പോവണം. അത് സുന്നത്താണ്, അത് നബി തങ്ങളുടെ സുന്നത്താണ്.
അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെയോ തേക്കുന്ന ബ്രഷിന് പരുപരുപ്പോ വേണ്ടതാ, അതിനമിത നീളം വേണ്ട മക്റൂഹുല്ലതാ. ബ്രഷിന് വലിയ നീളമൊന്നും വേണ്ട, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങണത് മതി കേട്ടോ. പരിപ്പരപ്പും വേണം, പരിപ്പരപ്പ് പറഞ്ഞിട്ടല്ലോ പാകത്തിന് ട്ടോ. ചില ബ്രഷുകളൊക്കെ കണ്ടാണ്ടല്ലോ സുബ്ഹാനല്ലാഹ്. ഈ കുറേ കാലം കൊണ്ട് മുടി കെട്ടാതെ ഇങ്ങനെ നടക്കുമ്പോഴേ മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ചിന്നി പെണ്ണായി ഇങ്ങനെ നടക്കണുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ പ്രകാരമാണ്. ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ ലോറിയിൽ വൈക്കോലും കൊണ്ടുപോകണം കാണാം. വൈക്കോലും കൊണ്ടുപോകണം വൈക്കോലും കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കണ്ടോ സഫായിട്ട് അടക്കി നിർത്തുന്നല്ലോ. ആ ലോറി തന്നെ കാണില്ല. ആ ലോറി കാണാത്ത രൂപത്തൂടെ വൈക്കോലും ഇങ്ങനെ പൊയിഞ്ഞിട്ടുണ്ടാവും. ലോറി അതിന്റെ അടിയിലേക്കാരം, ആ ലോറി അതിന്റെ അടിയിലേക്കാരം. ആ ലോറിന്റെ രണ്ട് സൈഡും വൈക്കോലും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ തൂങ്ങിങ്ങനെ ഇതേ പ്രകാരമാണ് ചില ബ്രഷ് കാണുമ്പോൾ. ആ ബ്രഷിന്റെ എന്നോ കാലം മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ബ്രഷേക്കരം. അത് തേച്ച് അതിന്റെ രണ്ട് സൈഡുക്കും അതിങ്ങനെ തെറിച്ചിങ്ങനെ ഉണ്ടാവും. എന്നാലും വേണ്ടിയില്ല ആ അജണ്ട ബ്രഷ് ഒഴിവാക്കൂല. അങ്ങനെ ആവരുത് കേട്ടോ, അങ്ങനെ ആവരുത്. അങ്ങനെ പരിധി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല ബ്രഷ് ആക്കിയാണ്ടി. ബ്രഷ് ഒന്ന് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്തോണ്ടി മാറ്റിക്കോണ്ടി. ഞാൻ പറഞ്ഞത് വിഷമമില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് നോക്കൂ. ഇപ്പം എൻ്റെ ബ്രഷ് അങ്ങനെയാണോ, എൻ്റെ ബ്രഷ് ഇട്ട മൂപ്പരെ കണ്ടിട്ടാണോ പറഞ്ഞത്? ചില ബ്രഷുകൾ അങ്ങനെയാണ്. നിങ്ങളെ ബ്രഷ് അങ്ങനെ ആവരുത് കേട്ടോ. നല്ല ബ്രഷായിരിക്കണം. ഇങ്ങനെ വൈക്കോലണ്ടിന്റെ അപ്പോൾ വൈക്കോല് കൊണ്ടുപോകണ വണ്ടിന്റെ നേരെ അപ്പുറത്താണ്. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ആയിട്ടുണ്ടാവും. അപ്പൊ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ടാവും. അങ്ങനെ ആവരുത്. നല്ല ബ്രഷാക്കുക. എന്നിട്ടോ മഹാനവർ പറയുകയാണ്, അന്യന്റേതായാൽ അത് ഖിലാഫുൽ ഔല ബറകത്ത് കരുതി തേച്ച് എന്നാൽ പിന്നെ അന്യന്റെ പ്രശ്നം പറ്റുമോ? അന്യന്റെ പ്രശ്നം ചിലപ്പോ അങ്ങനെ ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് അന്യന്റെ പ്രശ്നം പറ്റുമോ? അത് ഖിലാഫുൽ ഔലയാണ്. അത് ഖിലാഫുൽ ഔലയാണ്. നല്ലതിന് എതിരാണ്. സ്വന്തമായിട്ടുള്ള പ്രശ്നം ആയിക്കോട്ടെ. ചിലപ്പോ ഉണ്ടാവും ബർക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട്, എന്റെ ബർക്കത്ത് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഭാര്യന്റെ ഭർത്താവിന് എന്താ നേരെ തിരിച്ചും പറ്റില്ല. ഭർത്താവിന്റെ ബർക്കത്ത് മാത്രമേ ഭാര്യക്ക് പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഭാര്യന്റെ ഭർത്താവ് നേരെ തിരിച്ചും പറ്റൂലേ? ബർക്കത്ത് എടുക്കാന്നല്ല ആഗ്രഹം. അപ്പൊ അന്യന്റെ ബ്രഷ് അത് ഖിലാഫിലോ നല്ലതല്ല കേട്ടോ. അവനിഷ്ടമില്ലെങ്കിൽ ഹറാമാണെന്ന മിസ്വാക്ക്. പിന്നെ കാര്യം ഇതെല്ലാം ഇങ്ങനെ പിന്നൊന്ന അവനിഷ്ടമില്ലെങ്കിൽ ഹറാമാണെന്ന. ഒരാളെ ബ്രഷ് എടുക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഹറാമാണെന്ന് മഹാനവറുകൾ പറയുകയാണ്. മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സുന്ന. അതാണ് നോട്ട് പോയിന്റ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ കൂലിംഗ് ഒക്കെ കിട്ടണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണം. ഇന്നാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സുന്ന, അല്ലാതിരുന്നാൽ കൂലി ഇല്ലതിനെന്നാ. പടച്ചവനെ, ഉസ്താദ് ഇന്ന് വഅദ് പറഞ്ഞത് മുത്തുനബിയുടെ സുന്നത്താണല്ലോ. ഒരു നോമ്പുകാരൻ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവർത്തനമാണല്ലോ. ഒരു നോമ്പുകാരൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. ഇതാണല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മിസ്വാക്ക് ചെയ്യുന്നത്. എൻ്റെ മുത്ത ഹബീബിന്റെ തിരുസുന്നത്താണ്. ആ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് അള്ളാഹു നിങ്ങൾക്ക് കൂലി തരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാതിരുന്നാൽ കൂലി ഇല്ലതിനെന്നാ. അല്ലാതെ ചെയ്താൽ ഇതിന് കൂലി കിട്ടൂല. ശ്രദ്ധിക്കണം കേട്ടോ, മറക്കരുത്. അല്ലാതെ ചെയ്താൽ ഇതിന് കൂലി കിട്ടൂല. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ എഴുതി വെച്ചീനോ? എന്തൊക്കെ പറഞ്ഞു നമ്മള്?
എന്തൊക്കെ കൂലിയാണ് ഒരു മിസ്വാക്കുമ്പോ കിട്ടണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തൊക്കെ പറഞ്ഞു? ഞാൻ ഒറ്റയടിക്കാട് പറഞ്ഞുതരാം. നിങ്ങൾ എഴുതി വെച്ചനോ ഇല്ല എന്നുള്ളത് അള്ളാഹു ആയാലും എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? കഫക്കെട്ട് നീങ്ങും, കണ്ണിന്റെ കാഴ്ച റെഡിയാവും, പിന്നെ മുതുക് വളയുന്ന അസുഖം തെറ്റോട്ടും, പെട്ടെന്ന് നര വരൂല, പിന്നെ നല്ല ബുദ്ധി ഉണ്ടാവും, ഭക്ഷണം കഴിച്ചത് ദഹിക്കും, പിന്നെ പല്ലിന്റെ വേദന ഉണ്ടാവില്ല, സംസാരം ക്ലിയർ ആവും, പിന്നെ കുഷ്ഠരോഗത്തെ തൊട്ട് കാക്കും, കുടലൊക്കെ ക്ലീൻ ആവും, പിന്നെ മിസ്വാക്ക് ചെയ്തിട്ടുള്ള നിസ്കാരത്തിന് 27 കൂലി അപ്പുറം കൂലിയുണ്ട്. മലക്കുകൾ വന്നിട്ട് മുസാഫത്ത് ചെയ്യും. പിന്നെ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാവും. മരണസമയത്ത് വേദന കുറയും. മരണസമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, കുറഞ്ഞു കിട്ടും. മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ പറ്റും. പിന്നെ ഉറങ്ങണ നേരത്തെ മിസ്വാക്ക് ചെയ്യണം. ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഉറങ്ങണ സമയത്ത് മിസ്വാക്ക് ചെയ്യണം, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണം, ദാഹിച്ച നേരം മിസ്വാക്ക് ചെയ്യണം, ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യരുത്, വിശന്ന സമയം മിസ്വാക്ക് ചെയ്യണം, ഭാര്യയും ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ മിസ്വാക്ക് ചെയ്യണം, ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യണം, വായ്ക്ക് ദുർഗന്ധം വന്നാൽ വേം മിസ്വാക്ക് ചെയ്യണം അല്ലേ? വായ്നാറ്റം വന്നാൽ പെട്ടെന്ന് മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ എത്ര കാര്യങ്ങളാണ് ഒരൊറ്റ സുന്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞെന്താ? ഇതൊക്കെ സുന്നത്താണ് എന്ന കൂലി കരുതണം. അള്ളാന്റെ ഹബീബിന്റെ തിരുസുന്നത്താണെന്ന് കരുതി ചെയ്താലേ കൂലി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ്. കുറെ കൂലിണ്ട്. പല്ല് വേദന ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചാൽ അറിയാൻ പറ്റും. പല്ലിന്റെ പ്ലാക്ക് മാറി കിട്ടും. മോണയുടെ വേദന, മോണയുടെ മാന്ദ്യം അതൊക്കെ മാറിക്കിട്ടും. മിസ്വാക്ക് ചെയ്യുന്ന എത്തൊക്കെ കൂലിയുള്ളത്. പിന്നെ മോണയിൽ നിന്ന് രക്തസ്രാവം, രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അസുഖം, അത് മാറിക്കിട്ടും. പല്ലിന്റെ ഇനാമിൽ നല്ല ശക്തി കിട്ടും. ഇനാമിനില്ല പല്ലിന്റെ, അതിനൊക്കെ നല്ല ശക്തി കിട്ടും. ആയത്തിൽ നല്ല വേദന, നല്ല ഉറപ്പ് കിട്ടും. നല്ല ആരോഗ്യമുള്ള വായം കിട്ടും. അതാണ് ചുരുക്കി പറഞ്ഞത്. നല്ല ആരോഗ്യമുള്ള വായ കിട്ടും. ഇതൊക്കെ എന്ത് വേണം? ഈ ഒരു നിയ്യത്ത്, ഇതൊക്കെ എൻ്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് കരുതിയിട്ട് ചെയ്യണം. ഇന്ന് അതിനൊക്കെ കൂലിയുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം ഞാൻ നല്ല സുന്നത്ത് പറഞ്ഞു. ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനിത് ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നല്ല എന്നും നിങ്ങൾ ചെയ്യോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ഉസ്താദ് ഇതിപ്പോ നമുക്ക് അറിയണല്ലേ, പക്ഷെ എൻ്റെ കൂലി അറിയണം മാത്രമല്ല ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ കൂലിയുണ്ട് എന്ന് കണ്ടിട്ട് വേണം ഇൻഷാ അല്ലാഹ്, എന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ മക്കളോട് നിങ്ങൾ പറയണം, മേലേക്ക് വിളിച്ച് പറയണം. മേലേക്കാര മക്കൾ ഉറങ്ങ, ചിലപ്പോ മേലത്തെ നിലയിൽ അല്ലേ, ഇപ്പൊ മേപ്പെട്ടോക്കണ്ട, രാത്രി അല്ലെ, മേലത്തെ നിലയിലേക്കാര മക്കളും മരക്കളൊക്കെ എല്ലാം ഉറങ്ങാം. അല്ലെങ്കിൽ അവിടെ കുഞ്ഞാണി ഉണ്ടാവും, ഇവിടെ മാനുട്ടി ഉണ്ടാവും, ഇവിടെ പെണ്ണുട്ടി ഉണ്ടാവും, അപ്പുറത്തെ റൂമിൽ കുഞ്ഞോളുണ്ടാവും. ഒക്കെ ചോദിക്കണം, കുഞ്ഞോളെ ഇജ്ജ് ബ്രഷ് വെച്ചോ, ഇജ്ജ് പല്ലേച്ചോ, കുഞ്ഞാപ്പു ഇജ്ജ് ബ്രഷ് വെച്ചോ, ഇജ്ജ് പല്ലേച്ചോ. പല്ലേച്ചാല് ഇല്ല, അതിപ്പോ രാവിലെ അല്ലേ തേക്കണ്ടേ? എന്നാ കുഞ്ഞാപ്പൂടോ, നിങ്ങൾ വിളിക്ക കുഞ്ഞാപ്പൂനെ, ഇവിടെ എന്നിട്ട് നിങ്ങളെ റമദാൻ നിലാവിന്റെ പുസ്തകം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഞാൻ വേലറിഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒന്നും പറയണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനെ പറഞ്ഞ നിങ്ങൾ എഴുതിയേക്കണം. ഉറങ്ങണ സമയത്ത് പല്ല് തേച്ചാൽ ബ്രഷ് ചെയ്താലില്ല കൂലി. കുഞ്ഞാപ്പൂ കേട്ടോ, കുഞ്ഞോളച്ച് വല്ലേച്ചോ ഇല്ല, എന്നിട്ട് വാ. വാപ്പുട്ടി വല്ലേച്ചോ ഇല്ല, എന്നാ വാപ്പുട്ടി വാ. ആരൊക്കെ തേക്കാത്ത ഓലൊക്കെ വരുത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഓലൊക്കെ നിങ്ങളോട് ചോദിക്കാൻ, അതിനിപ്പച്ചിയെ രാവിലെ അല്ലേ തേക്കേണ്ടത്? രാവിലെ ഉറങ്ങുമ്പോ തേച്ച, രാവിലെ ഉണരുമ്പോഴേ തേക്കേണ്ടത് അല്ല. ഉമ്മാന്റെ കുട്ടികളെ രാത്രി ഉറങ്ങുമ്പോഴും തേക്കണം. ഉസ്താദ് ഇന്ന് വയലിൽ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബിന്റെ സുന്നത്താണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആ പാട്ട് എഴുതി എനിക്ക് പാട്ട് ഇങ്ങനെ പാടിക്കൊടുത്തോളി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കൂലി ഇങ്ങനെ പറഞ്ഞു കൊടുത്തോളി. സ്വാക്ക് ചെയ്താല് ഇങ്ങനെ കൂലിണ്ട്. ഈ കഫക്കെട്ട് മാറിക്കിട്ടും, അസുഖം മാറിക്കിട്ടും, മലക്കുകൾ വന്ന് മുസാഫത്ത് ചെയ്യും. പിന്നെ അങ്ങനെ കുറെ പറഞ്ഞില്ലേ, മലക്കുകൾ വന്ന് മുസാഫത്ത് ചെയ്യും. ഇത് നിങ്ങൾ പറഞ്ഞെടുക്കണം. അല്ലാതെ ചെയ്തേക്കണേ, ഇത് പറഞ്ഞെടുക്കണം. അള്ളാഹുവിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യണൊക്കെ നല്ല കാര്യമാണ്. ചെയ്യൂലേ? അള്ളാഹുവിന് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകം പറഞ്ഞോണ്ടി, അവനാന്റെ ബ്രഷ് കൊണ്ട് തന്നെ തേക്കണം എന്നല്ല പ്രത്യേകം പറഞ്ഞോണ്ട്. പിന്നെ ബ്രഷൊക്കെ നോക്കുക. ആ ബ്രഷൊക്കെ പറ്റർപ്പിക്കണമെങ്കിൽ മാറ്റുക കേട്ടോ. അല്ലാഹുവേ, അങ്ങനെ ബ്രഷ് ചെയ്തിട്ട് മിസ്വാക്ക് ചെയ്തിട്ട് വുളൂഅെടുത്തിട്ട് ഒരു വിശ്വാസി കിടന്നിറങ്ങണം. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇന്ന് രാത്രി മുതൽ ഉറങ്ങുമ്പോ അങ്ങനെ ഉറങ്ങണം. നോമ്പുകാരന്റെ ഒരു ദിവസം അങ്ങനെയാണ്, നോമ്പുകാരന്റെ രാത്രി അങ്ങനെയാ, അള്ളാന്റെ ഹബീബിന്റെ രാത്രി അങ്ങനെയായിരുന്നു. അങ്ങനെ മിസ്വാക്ക് ചെയ്ത് വുളു എടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വുളു എടുക്കാതെ ഉറങ്ങരുത് മോളെ, വുളു എടുക്കാതെ ഉറങ്ങരുത് ചെറുപ്പക്കാരാ. ഉറക്കിലങ്ങാന് നമ്മളെ റൂഹിനെ അല്ലാഹ് കൊണ്ടുപോയി മരിക്കുകയാണെങ്കിൽ നമ്മുടെ റൂഹിനെ നമ്മളെ റബ്ബിലേക്ക് തിരിച്ചയക്കുന്ന സമയത്ത് വുളുവോടുകൂടെയാണ് നമ്മുടെ റൂഹിനെ നമ്മളെ മടക്കി അയക്കുന്നതെന്ന് നമ്മളെ മറക്കാൻ പാടില്ല. അല്ലാഹുവേ, ഇന്ന് മുതൽ വുളുവോടുകൂടി ഉറങ്ങാനുള്ള തൗഫീഖ് തരണമല്ലാഹ്. അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബങ്ങളെ, നാളത്തെ ബഅദിൽ ഞാൻ ചോദിക്കും ഇൻഷാ അല്ലാഹ്, വുളു എടുത്തിട്ട് ഉറങ്ങിയവരാരാ? ഉറക്കത്തിൽ മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരും. ഉറങ്ങുമ്പോ ശരീരത്തിൽ നിന്ന് റൂഹൊന്ന് മാറിക്കും. ഉറങ്ങണ സമയത്ത് ഏതൊരാൾ ഉറങ്ങാണെങ്കിലും ഉറങ്ങണ സമയത്ത് എന്ത് ചെയ്യും? ശരീരത്തിൽ നിന്ന് റൂഹൊന്ന് കുറച്ചേരം മാറിക്കും. എന്നിട്ടോ ആ റൂഹ് ആ ഉറക്കത്തിലാണ് പോകുന്നതെങ്കിൽ പിന്നെ റൂഹങ്ങാന് തിരിച്ചു വരാതിരുന്നാല് മുഅ്മിനീങ്ങളെ നമ്മൾ മരിക്കുമല്ലോ, ഉറപ്പല്ലേ? ആ മരിക്കണ സമയത്ത് വുളുവോടുകൂടിയാണ് റൂഹ് പോയതെങ്കിൽ എത്ര വലിയ ഭാഗ്യാണ്, എത്ര വലിയ കൂലിയാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഉറക്കത്തിൽ മരിച്ചു എന്ന വാർത്തകൾ എത്ര കേട്ടവരാ നമ്മൾ, എത്ര കണ്ടതാ നമ്മൾ, അല്ലേ? എത്ര കണ്ടതാ നമ്മൾ. ഉറക്കത്തിലെങ്ങാനും മരിക്കുകയാണെങ്കിൽ റൂഹിനെ യാത്രയാക്കുമ്പോ നല്ല റാഹത്തോടെ റൂഹിനെ നമുക്ക് തിരിച്ചേൽപ്പിക്കണം. അല്ലാഹു നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു തന്ന റൂഹ് ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോ നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ മടക്കി അയക്കണ്ടേ നമുക്ക്. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. വുളു എടുക്കണം. വുളു എടുക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം. ഹബീബായ തങ്ങളുടെ സുന്നത്ത് അങ്ങനെയാണ്. വുളു എടുക്കുന്നതിന് മുമ്പ് നീ മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങണം. എന്നിട്ടോ മിസ്വാക്ക് ചെയ്തിട്ട് വുളു എടുക്കണം. എങ്ങനെയാ വുളു എടുക്കലേ? വുളു എടുക്കുമ്പോ കിബിലക്ക് നിങ്ങൾ മുന്നിടാറുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാണ് വുളു ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കാനും വുളു എടുക്കും, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വുളു എടുക്കുമ്പോ കിബിലക്ക് മുന്നിടലുണ്ടോ? ഇല്ല. സത്യം പറയും. നോമ്പാണേ. വുളു എടുക്കുമ്പോ കിബിലയിലേക്ക് മുന്നിടണം. എഴുതി വെക്കണം. ജീവിതത്തിൽ അത് പ്രവർത്തിക്കണം. ജീവിതത്തിൽ അത് മാറ്റം വരുത്തണം. അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് തരട്ടെ. ആമീൻ പറ. അല്ലാഹുവേ, ഇന്ന് മുതൽ പഠിച്ചത് ജീവിതത്തിൽ ചെയ്യാനുള്ള മഹാ സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. കണ്ടോ, കുറെ ആൾക്കാർ ഇല്ലത് സത്യം പറയണ്ട്. ഉസ്താദേ, കിബിലക്ക് ചിലപ്പോഴൊക്കെ മുന്നിടും. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ കിബിലയിലേക്ക് തിരിഞ്ഞു വുളു എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തല്ലേ വുളു എടുക്കുമ്പോൾ കിബിലയിലേക്ക് മുന്നിട്ട് വുളു എടുക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയിൽ ഞാനിങ്ങനെ വുളു എടുക്കുമ്പോ വുളുവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ എന്നെ കണ്ട സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, നീ വുളുവെടുത്തത് എന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടി വുളുവെടുത്ത ഉമറേ, നീ എങ്ങാനും കിബിലയിലേക്ക് തിരിഞ്ഞു വുളുവെടുത്തിരുന്നുവെങ്കിൽ എന്റെ ഇഷ്ടം നിനക്ക് ലഭിക്കുമായിരുന്നു ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ചെറിയ തിരക്ക് കണ്ടപ്പോ എന്റെ ഔദം കരക്കഞ്ഞ് അവിടെ തിരക്കാവണ്ടെന്ന് കരുതി പെട്ടെന്ന് ഉടുത്തതാണ്, തലക്കെന്ന് പോയി ഉടുത്തു വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ കിബിലയിലേക്ക് മുന്നിട്ട് വുളു എടുക്കുന്നത് ചില്ലറ കാര്യ. വുളു എടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്
അള്ളാന്റെ റസൂല് പോയിട്ട് വീണ്ടും വുളു എടുത്തു തരാൻ പറഞ്ഞു. എന്താ വുളു ശരിയാവാത്തോണ്ട് അല്ല, അതിന്റെ പരിപൂർണ കൂലി കിട്ടണം, പരിപൂർണ കൂലി കിട്ടണം. കടലറ്റ് ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ കൂട്ടും? കടലറ്റ് ഉണ്ടാക്കുമ്പോ കടല കൂട്ടോ? കടലറ്റ് ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ഒരു പത്തിരി ഉണ്ടാക്കുമ്പോ എന്തൊക്കെ കൂട്ടും? പത്തിരി ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുകയാണ്, പൈമത്തൂങ്ങണ്ട ബിരിയാണി ഉണ്ടാക്കാം, അതിലിപ്പോ എന്തൊക്കെ കൂട്ടും? അതിലിപ്പോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ലെങ്കിലും ബിരിയാണി ആവും അല്ലേ? ബിരിയാണി ആവും. പക്ഷെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടാവുമ്പോ അതൊരു ബെസ്റ്റ് അല്ലേ? സാധനം സൂപ്പർ അല്ലേ? അപ്പോഴാണല്ലോ ബിരിയാണിക്ക് ബിരിയാണിൻ്റെതായ മസാലകളൊക്കെ കൂട്ടുമ്പോഴാണല്ലോ എന്തുണ്ടാകുക? ബിരിയാണി അസൽ ബിരിയാണി. അല്ലെങ്കിൽ ബിരിയാണിയാണ് മഞ്ഞച്ചോറാണ്, നെയ്ച്ചോറാണ്, ബിരിയാണിയാണ്. എല്ലാത്തിനും അതിൻ്റെതായ കൂട്ട് കൃത്യമായി കൂട്ടിയാലോ, കൃത്യമായി അതിന്റെ കൂട്ടിയാലോ അത് സാധനം സൂപ്പറായി. ഇതേ പ്രകാരമാണ് വുളു എടുക്കുമ്പോ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് വുളു എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ടോ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് വുളു എടുക്കണം. അപ്പൊ ചില ആളുകളെ പൈപ്പ് നേരെ തിരിച്ചെടുക്കുമ്പോ കിബിലയിലേക്ക് മുന്നിട്ട് വുളു എടുക്കാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ പൈപ്പ് എന്ത് ചെയ്യണ്ട, അങ്ങനെ തിരിച്ച് പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ. അത് ശ്രദ്ധിക്കുക. എന്നിട്ടോ വുളു എടുക്കുമ്പോ നിയ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് വുളുവിന്റെ സുന്നത്തിന് ആദ്യം തന്നെ നമ്മുടെ നഖത്തിന്റെ അടിയിലുള്ള ചളികളൊക്കെ നമ്മളെ കളയാറുണ്ടോ? പഠിച്ചിട്ടുണ്ട്, മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്, ചെയ്യാറുണ്ടോ? അത് സ്വന്തം ശരീരത്തോട് ചോദിക്കുക. നഖത്തിന്റെ ഉള്ളിൽ രണ്ട് കൈ എങ്ങനെ കഴുകുകയാണ്, മുൻകൈ കഴുകുകയാണ്. വുളുവിന്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്ന് പറഞ്ഞ് മുൻകൈ കഴുകുകയാണ്. വായയിലേക്ക് വെള്ളം കൊപ്പിളിക്കുകയാണ്. കൊപ്പിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വായിലേക്ക് വെള്ളം കൊപ്പിളിച്ചിട്ട് 3 തവണയായി കൊപ്പിളിച്ച് 3 തവണ തുപ്പണോ? എങ്ങോട്ട്? ഇടത് ഭാഗത്തേക്ക് 3 തവണ. ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പൊരിക്കും. അങ്ങനെ തുപ്പണ ആൾക്കാരുണ്ട്. അപ്പൊ 3 വട്ടം ചെയ്ത് കൂലിട്ടോ? അല്ല കിട്ടുമെങ്കിൽ പറയുന്നത് എനിക്കും അങ്ങനെ ചെയ്യാനാ? അത് കിട്ടൂല കേട്ടോ. അത് ശ്രദ്ധിക്കുക, അത് കിട്ടൂല. ചില ആളുകൾ അങ്ങനെ ചെയ്യും. എളുപ്പമാർഗത്തിന് പറഞ്ഞിട്ട് കല്ല തിരക്കല്ലേ, ഭയങ്കര തിരക്കല്ലേ. ഞാനെടുക്ക എല്ലാവർക്കും തിരക്കല്ലേ. 3 വട്ടം ഇങ്ങനെ കോരി, ചിലപ്പോ വലിയ കൈ അയക്കരം 3 വട്ടം ഉണ്ടെന്ന് കരുതിയിട്ട് കോരി എടുത്തിട്ട് പുറത്തേക്ക് അങ്ങനെയായിരുന്നു. ഒരട്ടം വായിലാക്കുന്നിട്ട് രണ്ടാമത് വയലെടുക്കുക, മൂന്നാമത് എടുക്കുക. തുപ്പുമ്പോ എങ്ങോട്ട് തുപ്പണം? ഇടത് ഭാഗത്തേക്ക് തുപ്പണം. ഇടത് ഭാഗത്തേക്ക് തന്നെ തുപ്പണം, വലത് ഭാഗത്തേക്ക് തുപ്പരുത്, മുന്നോട്ടും തുപ്പരുത്. എങ്ങോട്ട് തുപ്പണം? അപ്പൊ ഇടത് ഭാഗത്ത് ആളുണ്ടെങ്കിലോ, ഇപ്പൊ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒന്നുണ്ടാക്കുകയാണ്, ഇടത് ഭാഗത്ത് ആളുണ്ട്. കുളിമുറിന്ന് കൊന്നുണ്ടാക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ബാത്റൂം എന്നാവണ്ട, പുറത്തുനിന്നാക്കുക കേട്ടോ. ഇടത് ഭാഗത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒന്നുണ്ടാക്കുകയാണ്. ഇപ്പുറത്ത് ഭർത്താവ് ഉണ്ടല്ലേ, ഇപ്പുറത്ത് ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് മരോളുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് അമ്മായിമുണ്ട്, ഒന്നുണ്ടാക്കുകയാണ്. ഉസ്താദ് ഇപ്പൊ ഇടത് ഭാഗത്തൊക്കെ തുപ്പാൻ പറഞ്ഞു. ഓലിങ്ങോട്ട് തുപ്പൂലെന്ന് ഉറപ്പല്ലേ? കാരണം ഓല് തുപ്പാണെങ്കിൽ ഇങ്ങോട്ട് തുപ്പുള്ളൂ, ഇടത് ഭാഗത്തേക്ക് തുപ്പുള്ളൂ. ഓലിങ്ങോട്ട് തുപ്പൂലെന്ന് ഉറപ്പാ. അപ്പൊ ഇടത് ഭാഗത്തേക്ക് അമൂലയെ തുപ്പാൻ പറഞ്ഞു. തുപ്പിയാണ്ട് ആകെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? എന്താ ചെയ്യാം? മുന്നേക്ക് തുപ്പാൻ പറ്റൂല, വലത് ഭാഗത്തേക്ക് തുപ്പാൻ പറ്റില്ല. പിന്നെ മേപ്പിട്ട് ഇങ്ങനെ ഇങ്ങനെ വിടേണ്ടി വരും. അല്ല ഇടത് ഭാഗത്തേക്ക് മാറി നിന്നിട്ട് കേട്ടോ, അങ്ങനെ തുപ്പണ്ടി കേട്ടോ. അല്ലാതെ പോലെ മേത്തേക്ക് തുപ്പരുത്. ഇടത് ഭാഗത്തേക്ക് തുപ്പണം. വുളു എടുക്കുമ്പോ അതിന്റെ പരിപൂർണ കൂലി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മുതൽ വുളു എടുക്കുമ്പോ അങ്ങനെയാവണം. വായിൽ 3 തവണ വെള്ളം നിങ്ങളെ കുപ്പിളിച്ചിട്ട് തുപ്പണേ. എന്തിനാണെന്നറിയോ? അതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വുളു എന്ന ഫർളിനെ ഞാൻ വിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് മുഖം കഴുകുമ്പോ ആദ്യം വെള്ളം ഇവിടെ തട്ടിക്കണം, ഇവിടെ നിന്ന് വരണം വെള്ളം. അങ്ങനെ മുഖം മുഴുവനായിട്ടും തടവണം. 2 ചെവിക്കുറ്റിയുടെ ഉള്ളിൽ മുഖത്തിന്റെ പരിധി മുഴുവനായിട്ടും പെടണം. മാത്രമല്ല മുഖത്തിൽ നിന്ന് അല്പം മുന്നിലേക്ക് കയറ്റിയിട്ട് കഴുകണം. മുഖത്തിന്റെ പരിധി വിട്ടിട്ട് കഴുകണം. അങ്ങനെ 3 തവണ മുഖം കഴുകുകയാണ്.
രണ്ട് കൈകൾ കഴുകുകയാണ്. വലത് കൈ ആദ്യം മുഴുവനായിട്ടും കഴുകണം, മുട്ടിന്റെ മുകളിലേക്ക് കഴുകണോ. പിന്നെ ഇടത് കൈ മൂന്ന് തവണ തന്നെ കഴുകണം. രണ്ട് കൈയും 3 തവണ കഴുകണം. പിന്നെ തല തടവണം, സുന്നത്താണ്. തല തടവണല്ലോ, മുഴുവനായിട്ടും തല തടവൻ സുന്നത്താണ്. മുഴുവനായിട്ടും തല തടവുക, 2 ചെവികളും തടവുക. ചില ആളുകളുണ്ട് തലയും ചെവിയും ഒപ്പം, അങ്ങനെ ഒപ്പാക്കണ്ട. തല 3 ചെവി 3. നല്ലോണം ശ്രദ്ധിച്ചോളി. തല 3 ചെവി 3. ഇങ്ങനെ എടുത്തിട്ട് എന്താ റിസ്ക്. തലയും ചെവി ഒപ്പം അത് വേണ്ട. തല 3 തവണ തടവുക, ചെവി പിന്നെയും 3 തവണ തടവുക. പിന്നെയോ ഇത് തെർത്തീബായിട്ട് കൊണ്ടുവരണം. 2 കാലുകളും കഴുകണം. 2 കാലിന്റെ ഞെരിയാണിയുടെ ഇടയിലേക്ക് വെള്ളം ഇറങ്ങി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അങ്ങനെ വുളു എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ നിന്ന് വെള്ളം തോർത്തരുതേ. നബി മുഹമ്മദ് മുസ്തഫ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ വുളു എടുത്തിട്ട് എന്റെ ശരീരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ചിട്ട് ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം തോർത്തിയപ്പോ മുത്തുനബി വിളിച്ചിട്ട് പറഞ്ഞു, സൽമാനെ ഒരിക്കലും അങ്ങനെ തോർത്തരുത് സൽമാനെ. നീ മുഖം കഴുകുമ്പോ അവസാനം നിന്റെ മുഖത്തിൽ നിന്ന് ഉറ്റിപ്പോകുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലൂടെ നിങ്ങളെ പാപങ്ങൾ ഒഴുകിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. 2 കൈകൾ കഴുകുമ്പോ ആ കൈയിന്റെ ഉള്ളിലൂടെ കയ്യിലുള്ള അവസാനമായി ഉറ്റിപ്പോകുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളമതാ ആ കയ്യിലുള്ള അവസാനമായി 5 മിനിറ്റ് 5 മിനിറ്റ് ആ കയ്യിലുള്ള അവസാനമായി ഉറ്റിപ്പോകുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലൂടെ നിങ്ങളെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വുളു എടുത്തിട്ട് മുഖത്തിൽ നിന്ന് വെള്ളം തോർത്തരുത് എന്ന് പറയാൻ കാരണം, ശരീരത്തിന്റെ കയ്യിൽ നിന്ന് വെള്ളം തോർത്തരുതെന്ന് പറയാൻ കാരണം, വുളു എടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഖിബ്ലയിലേക്ക് മുന്നിട്ടിട്ട് വുളു എടുക്കണം ചെറുപ്പക്കാരാ. വുളു എടുക്കുമ്പോ കയ്യിലൂടെ വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം ചെറുപ്പക്കാരാ. വുളു എടുക്കുന്ന സമയത്ത് അല്ലാഹുവേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് ചൊല്ലിയിട്ട് അവസാനം നമ്മൾ പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഈ വെള്ളം എനിക്ക് നീ ശുദ്ധിയാക്കി തന്നല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഈ വെള്ളം നീ എനിക്ക് ശുദ്ധിയാക്കി തന്നല്ലോ അല്ലാഹ്. അങ്ങനെ വുളു എടുക്കുമ്പോ കയ്യിൽ നിന്ന് അവസാനമായി വെള്ളം ഇങ്ങനെ ഉറ്റി വീഴണം. അവസാനമായി ഉറ്റി വീഴുന്ന വെള്ളത്തിലൂടെ നിങ്ങളെ പാപങ്ങൾ ഇതാ ഒറ്റി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വുളു എടുത്തതിന് ശേഷം ഒരു ദുആ കൊണ്ട് സ്വഹാബ, ആ ദുആ ഇൻഷാ അല്ലാഹ് ആ വുളു എടുത്തതിന് ശേഷം ഒരു വിശ്വാസി ഓതേണ്ട ഒരു സൂറത്തുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാവണം ഒരു വിശ്വാസി കിടപ്പറയിലേക്ക് ഉറങ്ങാമോ വേണ്ടത്. ഉറങ്ങാമോ മുമ്പുള്ള ദിക്റുണ്ടല്ലോ, അത് പഠിക്കണോ. സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് നാളെ ഞാനത് കാണിച്ചു തരും. അത് എഴുതി വെക്കണോ, അത് പഠിക്കണോ, അത് ചൊല്ലിയിട്ട് ഉറങ്ങണോ. ഇങ്ങനെ ഓരോ ദിവസം ഒരു നോമ്പ് കാണേണ്ട രാത്രി
രാത്രി എങ്ങനെയാണ്, ഒരു നോമ്പുകാരന്റെ പകല് എങ്ങനെയാണ്, ഒരു നോമ്പുകാരന്റെ ഉണർവ് എങ്ങനെയാണ്, ഇതെല്ലാം ഹബീബായ തങ്ങളെ നമുക്ക് കാണിച്ചു തന്നതുപോലെ, മുത്ത ഹബീബ് പഠിപ്പിച്ചു തന്നതുപോലെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. ഇന്ന് എഴുതി വെച്ചതും വാദ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്ന് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തി നാളത്തെ ദിവസം കൂടി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗം നാളത്തെ ദിവസം കൂടി ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ചരിത്ര പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. വരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർക്കൊക്കെ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. രാത്രി നടക്കുന്ന അറിവിന്ദില്ലാവിന്റെ മജ്ലിസ് തറാവി നിസ്കാരം കഴിഞ്ഞ് 9:15 ആരംഭിക്കും. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്.